Good morning to all. Good morning, ma'am. Good morning, ma'am. Okay, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ചാപ്റ്റർ കണ്ടിരുന്നേ Laundry and linen service. ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് അല്ലേ? ഞാൻ ഇതിന് മുൻപായിട്ട് നമ്മുടെ ഡയാലിസിസ് സർവീസുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായില്ലേ? എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ആൻസേഴ്സ് ഒക്കെ കിട്ടിയോ എല്ലാവർക്കും? കിട്ടിയോ? കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഒന്ന് വായിച്ച് ഡിസ്കസ് ചെയ്തിട്ട് ചാപ്റ്ററിലേക്ക് പോവാം കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആര് വായിക്കും? അതിന്റെ ആൻസർ ഒരാൾ വായിച്ചേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. Which organ purify the blood? ഏത് ഓർഗൻ ആണ്? Kidney. കിഡ്നി. ഓക്കെ, കിട്ടാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ മറ്റൊരാൾ വായിച്ചേ. Dash is a treatment used by those with chronic disease. Dialysis. Dialysis. Okay, second question ആൻസറും കിട്ടി. Third question. Acute renal failure means patients who have recently lost kidney functions, patients who have permanently lost kidney functions, kidney which need continuous dialysis for the rest of your life. Answer: patient who have recently lost kidney function. Okay, patients who have recently lost kidney functions ആണ് acute renal failure ആയിട്ട് വരുന്നത്. Then fourth question ആൻസറും മറ്റൊരാൾ വായിച്ചു. Acute kidney injury. ഓക്കെ, acute kidney injury. ഇനി എന്താണ് ESKD? End stage kidney disease. End stage kidney failure. Disease അല്ലെങ്കിൽ failure. Then HD എന്താണ്? Hemodialysis. Hemodialysis. PD Peritoneal dialysis. peritoneal dialysis. CAPDO Continuous ambulatory peritoneal dialysis. okay, continuous ambulatory peritoneal dialysis. ഇനി CCPD എന്താണ്? Continuous cyclic peritoneal dialysis. Continuous cyclic peritoneal dialysis. IPDO Intermittent peritoneal dialysis. intermittent peritoneal dialysis. ഒരെണ്ണോടെ ഉണ്ടായില്ലേ? CERRT Continuous renal replacement therapy. continuous renal replacement therapy. Okay, very good. രമ്യല്ലേ പഠിച്ചത്. Next, fifth question ആര് വായിക്കും? Fifth question and answer മറ്റൊരാൾ വായിച്ചേ. Which type of access used for long-term hemodialysis? AV fistula and AV graft. ഷോർട്ട് ടേം അല്ലേ ഫിഫ്ത് ക്വസ്റ്റ്യൻ? അതെ, ഷോർട്ട് ടേം. ഷോർട്ട് ടേം ഡയാലിസിസ് ഹീമോഡയാലിസിസിന് യൂസ് ചെയ്യുന്ന അസസ് ഏതാണ്? വിഷ്ണുപ്രിയ? ഷോർട്ട് ടേം അസസിന് വേണ്ടി, ഷോർട്ട് ടേം ഡയാലിസിസിന് വേണ്ടിട്ട് Vascular access catheter. വാസ്കുലർ അസസ് കത്തീറ്റർ. Then sixth question. Which type of access used for long-term hemodialysis? AV fistula and AV graft. AV fistula and AV graft ലോങ് ടേം ഹീമോഡയാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്ന അസസ്മെന്റുകളാണ്, അസസ് സൈറ്റുകളാണ്. നെക്സ്റ്റ് സെവൻത് ക്വസ്റ്റ്യൻ ആര് വായിക്കും? സെവൻത് ക്വസ്റ്റ്യൻ. The lining of abdomen is called dash. എന്താണ്? Peritoneum. Peritoneum. Okay, peritoneum. Then eighth question. Eighth question and answer. Which of the following is Which of the following is included in the after effect of PD? Answer വന്നിട്ട് weight gain. Weight gain ആയിരുന്നു ആൻസർ അല്ലെ? 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, അതിൽ weight gain ആയിരുന്നു ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 9th ക്വസ്റ്റ്യൻ. ഇപ്പൊ ആരാണ് ഈ ക്വസ്റ്റ്യൻ പറയാൻ വേണ്ടിട്ട് മുന്നിട്ട് വന്ന ഒരാളില്ലേ? 9th ക്വസ്റ്റ്യൻ ആര് വായിക്കും? A unit of dialysis machine and a special filter called artificial kidney. ആൻസർ ആർട്ടിഫിഷ്യൽ കിഡ്നി. എന്താണ്? ഒരു യൂണിറ്റ് ഓഫ് ഡയാലിസിസ് മെഷീനെയും ഒരു സ്പെഷ്യൽ ഫിൽറ്ററിനെയും കൂടി ഒരുമിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ കിഡ്നി എന്നുള്ളത് അല്ലെ? ഇനി ഹിരണ്യ ഉണ്ടോ? ഹിരണ്യ? Okay, next question വായിച്ചോ. 10th question. Artificial kidney is also known as hemodialyzer അല്ലെങ്കിൽ dialyzer.
ഹീമോ ഡയലൈസർ അല്ലെങ്കിൽ ഡയലൈസർ എന്നും അറിയുന്നു. നെക്സ്റ്റ് 15 ക്വസ്റ്റ്യൻ അല്ലേ നിങ്ങൾക്ക് തന്നിരുന്നത്? 15 എണ്ണം അല്ലേ തന്നിരുന്നത്? 22 എണ്ണം. 22 എണ്ണം 15. തന്നിരുന്നോ? ബാക്കിയുള്ളത് എക്സ്പാൻഷൻ ആയിരുന്നു, എക്സ്പാൻഡ് ചെയ്യാനുള്ളതായിരുന്നു. എക്സ്പാൻഡ് ചെയ്യാന്ന്. ഓക്കെ. 11th ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ വേറൊരാള്. 11th ക്വസ്റ്റ്യൻ ഇനി ആരുമില്ല. ഇപ്പൊ 58 ആളുകളുണ്ട് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. 58 പേരിലും ഇത്രയും പേരുള്ളോ? 10 പേരുള്ളോ പറയാനായിട്ട്? മറ്റാരെങ്കിലും ഒരാൾ 11th ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചതിന് ആൻസർ പറഞ്ഞേ. വാട്ട് ഈസ് വാസ്കുലർ അസസ് സൈറ്റ്? വാട്ട് ഈസ് വാസ്കുലർ അസസ് സൈറ്റ്? എന്താണ് വാസ്കുലർ അസസ് സൈറ്റ് മൈബ? ഓപ്പണിംഗ് വൺ ഓഫ് ദ ബ്ലഡ് വെസൽ. നമ്മുടെ ബ്ലഡ് വെസൽസിലെ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഓപ്പണിംഗ് ഉണ്ടാക്കുന്നതിനെയാണ് അല്ലെ വാസ്കുലർ അസസ് സൈറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 12th ക്വസ്റ്റ്യൻ ആര് വായിക്കും? ഹരിത ഉണ്ടോ? ഹരിത രമേശ്. ഇനി ഓരോരുത്തരുടെയും പേരെടുത്ത് വിളിക്കണോ? അഞ്ജു ഉണ്ടോ? അഞ്ജു. അഭിരാമി ഉണ്ടോ? അഭിരാമി. Yes, ma'am. ഓക്കെ, അഭിരാമി ഒന്ന് വായിച്ച് 12th ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. Which access site is used as a solution for small or weak veins? ഏതാ സൊസൈറ്റി? AV ഗ്രാഫ്റ്റ് ആണ്. ഓക്കെ, വെരി ഗുഡ്. AV ഗ്രാഫ്റ്റ് ആണ്. നെക്സ്റ്റ് 13th ക്വസ്റ്റ്യൻ. അഞ്ജലി ഉണ്ടോ? A doctor who utilizes medical imaging tools to execute operations and perform the venous catheter placement procedure is called dash. Nephrologist. ഏതാണ്? മെഡിക്കൽ ഇമേജിംഗ് ടൂൾസ് ഉപയോഗിച്ചിട്ട് ഓപ്പറേഷൻസും എന്താണ് പെർഫോംസ് ഒക്കെ വീനസ് കത്തീഡ്രൽ പ്ലേസ്മെന്റ് ഒക്കെ നടത്തുന്ന ഡോക്ടർ യൂണിറ്റിന്റെ പേരെന്താ? Nephrologist. നെഫ്രോളജിസ്റ്റ് ആണോ? ഇന്റർവെൻഷണൽ റേഡിയോളജി. ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ്. കേട്ടോ, അതൊന്ന് തിരുത്തി എഴുതേക്കണേ. ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് ആണ്. നെഫ്രോളജിസ്റ്റുകൾ ആരാ? കിഡ്നി ഫെയിലിയറുമായി ബന്ധപ്പെട്ട് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് ആണ്. ഇത് എന്താണ്? ഇമേജിംഗ് ടെക്നോളജീസ് ഉപയോഗിച്ചിട്ട് അല്ലെ ഇമേജിംഗ് ടൂൾസ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന ഡോക്ടറെ പറയുന്നത് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് ആണ്. കണ്ടോ, ഇവിടെ കൺഫ്യൂഷൻസ് വരുന്നത് കണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് എന്നാണ് ആൻസർ കേട്ടോ. ഓക്കെ, 14th ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. ഇന്ദു ഉണ്ടോ? ഇന്ദു ധനീഷ് ഉണ്ടോ? വൈഗ. റോഷ്നി. Which are the side effects of long-word use of venous catheter? Answer: blood clot infection causing the vein to narrow. Okay, blood clot infection causing the vein to narrow. ഏതെങ്കിലും ഓപ്ഷൻസ് ഒക്കെ ക്വസ്റ്റ്യൻസിൽ തരോട്ട് ആൻസർ ആയിട്ട് തന്നിരിക്കാം. അപ്പൊ നിങ്ങൾ മൂന്നും പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി ഉള്ളൂ. 15th ക്വസ്റ്റ്യൻ ആര് പറയും? രാവിലെ തന്നെ ഒന്ന് ഉഷാറായിട്ട് വേഗം വേഗം പറഞ്ഞേ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോകാനുള്ളതാണ്. ടൈം കളയല്ലേ. Type of dialysis that done almost anywhere if you have the supplies needed to the treatment. എന്താണ്? Peritoneal dialysis. Peritoneal dialysis ആണ്. ഓക്കെ, അപ്പൊ 15th ക്വസ്റ്റ്യന്റെയും ആൻസർ കിട്ടി അല്ലെ? 15 ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ കിട്ടി. എല്ലാവർക്കും ക്ലിയർ ആണോ? ഏതെങ്കിലും ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടാത്തതുണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോവാം. മാഡം 13th എന്താണ്? 13th ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 13th ഡോക്ടർ ഹു യൂട്ടിലൈസ് മെഡിക്കൽ ഇമേജിംഗ് ടൂൾസ് അല്ലെ? മെഡിക്കൽ ഇമേജിംഗ് ടൂളുകൾ ഉപയോഗിച്ചിട്ട് വീനസ് കത്തീറ്റർ പ്ലേസ്മെന്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്നത് ഏത് ഡോക്ടറാണ്? ഒന്ന് പറഞ്ഞേ. ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ്. ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റുകളാണ് കേട്ടോ. നെഫ്രോളജിസ്റ്റ് ആണെന്നുള്ളത് കൺഫ്യൂഷൻ വന്നേക്കാം. എന്നാൽ അതല്ല, ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റുകളാണ് കേട്ടോ. കിട്ടിയോ?
ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോവാം. നമ്മൾ ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരുന്ന ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് അല്ലേ? അതിൽ നമ്മൾ ഒബ്ജക്റ്റീവ്സ് വരെയല്ലേ പറഞ്ഞിരുന്നത്? ആണോ? അതെ. അതെ അതെ. അപ്പൊ എന്തൊക്കെയായിരുന്നു ലോണ്ടറി ആൻഡ് ലിനൻ സർവീസിന്റെ പ്രധാന ഒബ്ജക്റ്റീവ്സ്? 3 പോയിന്റ്സ് നമ്മൾ പറഞ്ഞില്ലേ? ആ 3 പോയിന്റ്സ് ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലായ 3 പോയിന്റ്സ് ഒബ്ജക്റ്റീവിൽ വരുന്നത്? സേഫ് ആയിട്ടുള്ള കംഫോർട്ട് ആയിട്ടുള്ള എൻവയോൺമെന്റ് പേഷ്യൻസിനും സ്റ്റാഫിനും വിസിറ്റേഴ്സിനും നിലനിർത്തല്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് അതുപോലെ തന്നെ സ്ഥിരമായിട്ടുള്ള ലിനൻ സർവീസ് ഐപിയിലും ഓപ്പറേഷൻ ക്വാളിറ്റി ഉള്ള അല്ലെ, ഗുണനിലവാരമുള്ള ഗുണമേന്മയുള്ള തുണിത്തരങ്ങൾ അല്ലെ, ലിനനുകള് എന്താണ് പല ഏരിയാസിലോട്ട് സപ്ലൈ ചെയ്യണം. എങ്ങനെ, എവിടെയൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്നത്? ഐപിയിലും OPDയിലും ഓപ്പറേഷൻ തിയേറ്ററിലും. ഓക്കെ, ഐപിയിലും OPDയിലും ഓപ്പറേഷൻ തിയേറ്റർ പോലുള്ള അതുപോലെ മറ്റ് ഏരിയാസിലും ഒക്കെ കൊടുക്കുന്നുണ്ട്. പ്രധാനമായിട്ട് കൊടുക്കുന്ന ഏരിയാസ് ഇതാണെന്നാണ് പറയുന്നത്. ദെൻ മൂന്നാമതായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത് എന്താണ്? ഹോസ്പിറ്റലിൽ ഇൻഫെക്ഷനെ നല്ലപോലെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് കെയർ നിലനിർത്താൻ വേണ്ടിയിട്ടും. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് 3 ക്ലിയർ ആയി. അതുപോലെ എന്താണ് ലിനൻ എന്ന് പറഞ്ഞതും അതുപോലെ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് പറഞ്ഞതൊക്കെ ക്ലിയർ ആയോ? നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മള് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ്. സം ഓഫ് ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ദ ലോണ്ടറി സർവീസസ് ആർ ദ ഫോളോയിങ്. എന്തൊക്കെയാണ് ചില മെയിൻ ഫങ്ഷൻസ്? നമ്മുടെ ആ ലോണ്ടറി സർവീസുമായി ബന്ധപ്പെട്ട ചില മെയിൻ ഫങ്ഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പൊ നമുക്ക് എന്താണ് വലിയ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കാനില്ല. നിങ്ങൾക്ക് വായിച്ചാല് സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഫസ്റ്റ് നോക്കി, എന്തായിരിക്കണം ആദ്യം? നമ്മുടെ ആ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു അലക്കുശാല എന്നുള്ള മീനിങ് ആണ് വരുന്നത് അല്ലെ? അപ്പൊ അവിടെ എന്താണ് ആ മെറ്റീരിയൽസ്, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലാണെങ്കിലും നമ്മൾ ഒരു അലക്കാനായിട്ട് തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? എന്താ നമ്മൾ ആദ്യം ചെയ്യാം? നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. നമുക്ക് അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാലേ നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കുള്ളൂ കേട്ടോ. അപ്പൊ എന്തായിരിക്കും നിങ്ങൾ ആദ്യം ചെയ്യാം? നിങ്ങൾ അലക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യും? എന്താ ചെയ്യാ? ഒന്ന് മെസ്സേജ് ആയിട്ട് പറഞ്ഞേ. എന്തായിരിക്കും നമ്മുടെ വീട്ടിൽ അലക്കാന്നുള്ളത് പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്തായിരിക്കും ചെയ്യണേ? അലക്കാനുള്ള ഒന്ന് പറഞ്ഞേ എല്ലാവരും. സാധനങ്ങൾ വാഷ് ചെയ്യേണ്ടതായിട്ടുള്ള ഡ്രസ് എല്ലാം കളക്ട് ചെയ്യും അല്ലെ? അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. എന്താണ്? കളക്ട് ചെയ്യുന്നു. എന്ത് കളക്ട് ചെയ്യുന്നു? അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്നു. കളക്ട് അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്നു. സോയിൽഡ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്താ മീനിങ് വരുന്നത്? മലിനമായിട്ടുള്ളത് അല്ലെങ്കിൽ അഴുക്കായിട്ടുള്ളത് എന്നുള്ള മീനിങ് ആണ് കേട്ടോ ഇവിടെ. അഴുക്കായത് അല്ലെങ്കിൽ മലിനമായത്. ആൻഡ് ഇൻഫെക്റ്റഡ്. ഇൻഫെക്റ്റഡ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഫെക്റ്റഡ് എന്ന് പറയുന്ന ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വസ്ത്രങ്ങളും ഉണ്ട്, അതുപോലെ സോയിൽഡ് ആയിട്ടുള്ള ലിനൻസും ഉണ്ട്. അത് തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? സോയിൽഡ് ആയിട്ടുള്ളത് പറഞ്ഞാൽ എങ്ങനെയുള്ളതാണ്? അഴുക്കുകളായത്, അതായത് മുഷിഞ്ഞത് അല്ലെങ്കിൽ അഴുക്കുകളായത് അല്ലെങ്കിൽ മലിനമായത് എന്നുള്ള മീനിങ്. ഇനി ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഉപയോഗിച്ചതോ അല്ലെങ്കിൽ അവരുമായിട്ട് സമ്പർക്കത്തിൽ വരുന്ന ആ മെഡിക്കൽ സ്റ്റാഫുകൾ ഉപയോഗിച്ചതോ ആയിട്ടുള്ള ലിനനുകളാണ് ഇൻഫെക്റ്റഡ് ലിനനിൽ വരുന്നത് കേട്ടോ. അതായത് അത് അനുബന്ധമായിട്ടുള്ളത്, അവരുമായിട്ട് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺസുമായിട്ട് അനുബന്ധമായിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ളതാണ് ഇൻഫെക്റ്റഡ് ലിനൻ. അപ്പൊ രണ്ടും രണ്ടാണ് കേട്ടോ. അപ്പൊ രണ്ടും പ്രോസസ് ചെയ്യുന്നതും 2 രീതിയിൽ തന്നെയാണ്. രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്ത് തന്നെയാണ്. അത് ഒരുമിച്ചല്ല ഇതിട്ട് ചെയ്യുന്നത്. രണ്ടും 2 രീതിയിലാണ് അവിടെ പ്രോസസ്സിങ് നടക്കുന്നത് കേട്ടോ. അപ്പൊ പല ഏരിയാസ് ഉണ്ട് അല്ലെ? പല ഏരിയാസിൽ നിന്നുള്ള ഇങ്ങനെയുള്ള വസ്ത്രങ്ങളെ എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്യും അല്ലെ? ആദ്യം അതല്ലേ ചെയ്യാം. രണ്ടാമത് ഇങ്ങനെ കളക്ട് ചെയ്തിട്ടുള്ള ആ വസ്ത്രങ്ങളെ എന്ത് ചെയ്യുന്നു? ടു പ്രോസസ് ദ സോയിൽഡ് ലിനൻ വിച്ച് ഇൻക്ലൂഡ് സോർട്ടിങ്, സ്ലൂയിസിങ്. എന്താണ് സോർട്ട് ചെയ്യാന്നുള്ളത്? എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലെ? സോർട്ട് ചെയ്യുന്നത്. എന്താണ് സോർട്ട് ചെയ്യാന്നുള്ളത്? എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്? സോർട്ട് ചെയ്യുക, വേർതിരിക്കുക അല്ലെങ്കിൽ തരംതിരിക്കുക അല്ലെ? വേർതിരിക്കുക അല്ലെങ്കിൽ തരംതിരിക്കുക. ഇനി സ്ലൂയിസിങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ മീനിങ്? സ്ലൂയിസിങ് എന്ന് പറഞ്ഞാൽ അറിയോ?
സ്ലൂയിസിംഗ് എന്ന് പറഞ്ഞാൽ കഴുകുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. കഴുകുക അറിയാത്തവരാണെങ്കിലും ഒന്ന് എഴുതി വെച്ചേക്കണേ. സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ തരംതിരിക്കുക. അപ്പൊ ഈ വന്നിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസ് എന്ത് ചെയ്യും? തരംതിരിക്കും അല്ലെ, ഓരോന്നായിട്ട് തരംതിരിക്കും. അതിനുശേഷം എന്ത് ചെയ്യും? കഴുകണം. കഴുകണത് എന്തിനു വേണ്ടി? നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, ഇങ്ങനെയുള്ള കറകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയി ഇടുകയല്ല ചെയ്യുന്നത്. അതിന് മുൻപ് എന്ത് ചെയ്യണം? ഇങ്ങനെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇത് പല ഏരിയയിൽ നിന്ന് വരുന്ന ക്ലോത്തുകൾ അല്ലെങ്കിൽ തുണിത്തരങ്ങളല്ലേ, അപ്പൊ അങ്ങനെയുള്ളതാവുമ്പോ എന്ത് ചെയ്യണം? അത് ഡിസ്ഇൻഫെക്ഷൻ ചെയ്യണം. എന്താണ്? അണുനശീകരണം ചെയ്യണം, വേണ്ടേ? അല്ലെങ്കിലോ എല്ലാ തുണികളിലേക്കും ആ ഒരു ഇൻഫെക്ഷൻ ഒക്കെ സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വേർതിരിച്ചതിന് ശേഷം കഴുകുക, അല്ലെങ്കിൽ സ്ലൂയിസിങ് ചെയ്യുക. ഇത് എന്തുപയോഗിച്ചിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ് കഴുകുന്നത്? അതായത് ഡിസ്ഇൻഫെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള സൊല്യൂഷൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? കഴുകുന്നു. ഇനി അതിനുശേഷമാണ് പിന്നെയും എന്ത് ചെയ്യും? ഇത് വാഷ് ചെയ്യാനായിട്ട് കൊണ്ടുപോകും. അപ്പൊ ആദ്യം അണുവിമുക്തമാക്കുന്നു, അതിന് വേണ്ടിയിട്ടാണ് ആദ്യം കഴുകുന്നത്. അതിനുശേഷം എന്ത് ചെയ്യും? അങ്ങനെ അണുമുക്തമാക്കിയതിനു ശേഷം എന്ത് ചെയ്യും? നമ്മുടെ മെഷീനുകൾ പോലെയുള്ള ഇതിലോട്ട് ഒരുമിച്ച് നമ്മൾ എന്ത് ചെയ്ത് ഒരുപോലത്തെയുള്ള മെറ്റീരിയൽസ്, സോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപോലത്തെ മെറ്റീരിയൽസ് ഇട്ടിട്ട് എന്ത് ചെയ്യും? പിന്നെയും ഒന്നുകൂടി വാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ് എക്സ്ട്രാക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞത്? അതിലുള്ള വാട്ടർ അല്ലെ, വാഷ് ചെയ്ത് കഴിയുമ്പോൾ വെള്ളം ഉണ്ടാവുമല്ലോ, ആ അതിലുള്ള വെള്ളം എന്ത് ചെയ്യും? അതെ, പിഴിഞ്ഞു കളയും. അല്ലെങ്കിൽ ഇവിടെ പിഴിയാനായിട്ട് ഇപ്പൊ ഒത്തിരി മെഷീൻ എന്താണ്, ഒത്തിരി അധികം സാധനങ്ങൾ ഉണ്ടാവില്ലേ, ക്ലോത്തുകൾ ഉണ്ടാവില്ലേ. നമ്മുടെ വീട്ടിലെ പോലെ പിഴിഞ്ഞു കളയാൻ പറ്റില്ല, പക്ഷെ അതിനനുസരിച്ചുള്ള നമ്മുടെ വീട്ടില് ഡ്രയർ ഒക്കെ പോലെ ഇല്ലേ, നമ്മുടെ മെഷീൻസിലുള്ള ഡ്രയർ പോലെയുള്ള മെഷീൻസ് ഇവിടെ ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ സഹായത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു? ആ വെള്ളം, ആ തുണികളിലെ വെള്ളം എന്ത് ചെയ്യുന്നു? ഡ്രെയിൻ ചെയ്ത് കളയുന്നു. അതാണ് എക്സ്ട്രാക്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഇനി കണ്ടീഷനിങ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്താണ് കണ്ടീഷനിങ് ചെയ്യാൻ? നമ്മുടെ വീട്ടിലെ തുണികൾ നമ്മൾ കണ്ടീഷനിങ് ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ, കണ്ടീഷനിങ് ചെയ്യാറുണ്ടോ? കണ്ടീഷണർ യൂസ് ചെയ്യാറുണ്ട് അല്ലെ? അതെ, കംഫർട്ട്, സ്റ്റിഫ് ആൻഡ് ഷൈൻ പോലുള്ള കണ്ടീഷണേഴ്സ് ഒക്കെ യൂസ് ചെയ്യാറില്ലേ? അപ്പൊ അതെന്തിനു വേണ്ടിയിട്ടാ? സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഡ്രസ്സ് അലക്കിയത് നല്ലൊരു സ്റ്റിഫായിട്ട്, അതുപോലെ ആ ഡ്രസ്സിന്റെ അല്ലെങ്കിൽ ആ ഒരു ക്ലോത്തിന്റെ ആ ഒരു ഫാബ്രിക്കിന്റെ ഫാബ്രിക് പെട്ടെന്ന് ചീത്തയായി പോവാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് കണ്ടീഷണേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് കണ്ടീഷനിങ് ചെയ്യും അല്ലെ? നമ്മുടെ വീടുകളിൽ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് തന്നെയാണ് വന്നത്, ചില ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അപ്പൊ കണ്ടീഷനിങ് ചെയ്യും അല്ലെ? അതിന്റെ ആ ഫാബ്രിക് കൂടുതൽ കാലം നീണ്ടു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങള്, അതുപോലെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്, നല്ല സ്റ്റിഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടീഷനിൽ വരുന്നത്. ഇനി അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? അത് അയൺ ചെയ്യും അല്ലെ? അതിനുള്ളിൽ തന്നെ എക്സ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അത് ഡ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കണ്ടീഷനിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഡ്രൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്? അയണിങ് ചെയ്യും അല്ലെ? നമ്മൾ തേക്കും അല്ലെ? അയണിങ് ചെയ്യും. ഇനി അയണിങ് ചെയ്യുന്നത് ഇവിടെ ഓരോരുത്തരുടെയും നമ്മുടെ ആ ഒരു ഡ്രസ്സ് എടുത്ത് തേക്കാനായിട്ടുള്ള സമയമുണ്ടോ? അതിന് എന്താണ്? പ്രസ്സിങ് ചെയ്യാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വലിയ അയൺ ചെയ്യുന്ന ശാലകളൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പ്രസ് ചെയ്യുന്ന, അതായത് സ്റ്റീം ഉപയോഗിച്ചിട്ട് പ്രസ് ചെയ്യുന്ന ഒരു മെഷീൻ കണ്ടിട്ടുണ്ടോ? മെഷീൻ ഉപയോഗിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്, അല്ലാതെ കൈകൊണ്ട് ഉപയോഗിച്ച് സ്റ്റീം അയൺ ചെയ്യല്ല ചെയ്യുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ മെഷീൻ? കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല? കണ്ടിട്ടുണ്ട് അല്ലെ? ഓക്കെ. അപ്പൊ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്റ്റീം അല്ലെങ്കിൽ ആ ഒരു ആവി ഉപയോഗിച്ചിട്ട് നമ്മൾ ആ കറണ്ടിൽ കുത്തിയിട്ടുള്ള ഒരു മെഷീനാണ്, അതിൽ പ്രവർത്തിക്കുന്ന ഒരു മെഷീനാണ്. അപ്പൊ അവിടെ ആ മെഷീന്റെ ഉള്ളിലേക്ക് ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്? അയൺ ചെയ്യുന്നത് ആ മെഷീൻ ഒരു വലിയ ഒരു മെഷീൻ പോലത്തെ ഒരു സംഭവമാണ്. അപ്പൊ അതിനുള്ളിലേക്ക് നമ്മൾ ഇതാക്കുന്നത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡ്രസ്സ് എന്ത് ചെയ്യും? അയൺ ചെയ്ത പോലെ, നല്ല വൃത്തിയായിട്ട് അയൺ ചെയ്ത പോലെ തന്നെ നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനത്തെ ഒരു മെഷീനാണ്, അതാണ് പ്രസ് ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മെഷീൻ ഉപയോഗിച്ചിട്ടാണ് അവിടെ അയൺ ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ ഓരോ ഡ്രസ്സുകളും എടുത്ത് അയൺ ചെയ്യാനായിട്ടുള്ള ഒരു സമയം അവിടെ ഉണ്ടാവില്ല. അതിനനുസരിച്ച് ഒത്തിരി ആളുകളുടെ അല്ലെങ്കിൽ തൊഴിലാളികളൊക്കെ കുറെ അധികം ആളുകൾ ഇവിടെ വേണ്ടി വരും അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട്. അപ്പൊ അങ്ങനെയുള്ള മെഷീൻസ്, എല്ലാ മെഷീൻസ് ആണ് ഇതിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? നമ്മൾ അങ്ങനെ അയൺ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുള്ള മെഷീൻ ആണെങ്കിൽ അതിനെ എന്ത് ചെയ്യും? പിന്നീട് ഫോൾഡ് ചെയ്യും. അപ്പൊ ഇവിടെ ഹോസ്പിറ്റലിലെ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റുകളിൽ ഇങ്ങനെയുള്ള പ്രോസസ്സ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഡ്രസ്സുകൾ വരുന്ന ആ മെഷീൻസ് വരുന്ന ആ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ആ വസ്ത്രങ്ങളെല്ലാം
ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയായിട്ട് വെക്കുന്നത് ഇത്രയും പ്രൊസീജിയർ അല്ലെങ്കിൽ ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമാണ്. ഇനി നോക്കിയേ തേർഡ് വൺ, ടു ഇൻസ്പെക്ട് ആണ്. ഇനി അതുപോലെ തന്നെ ഇവിടെ എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞില്ല, എന്തെങ്കിലും ഡാമേജുകൾ പറ്റിയിട്ടുണ്ടെങ്കിലോ അങ്ങനെയുള്ള മെറ്റീരിയൽസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, പരിശോധിക്കണം അല്ലെ. അപ്പൊ അത് പരിശോധിച്ചു കഴിഞ്ഞിട്ട് അതാണ് ഇവിടെ പറയുന്നത് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ടു ഇൻസ്പെക്ട് ആൻഡ് റിപ്പയർ ഡാമേജ്ഡ് മെറ്റീരിയൽസ് ആൻഡ് റീപ്ലേസ് ദം. എന്ത് ചെയ്യണം, അവിടെ ആ ഡാമേജ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പരിശോധിച്ച് എന്ത് ചെയ്യണം, അതിന് പകരം റീപ്ലേസ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിലോ ആ ഡാമേജുകളൊക്കെ ചെറിയ ചെറിയ ഡാമേജുകളൊക്കെ ആണെങ്കിൽ അതിനെ എന്ത് ചെയ്യുന്നു, അവിടെ ടൈലറിംഗ് യൂണിറ്റ്സ് ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവര് എന്ത് ചെയ്യും, ക്ലിയർ ചെയ്ത് വിടും. ഇനി അല്ലാതുണ്ടെങ്കിലോ അതിന് പകരമായിട്ട് അവിടെ എന്ത് ചെയ്യും, മറ്റൊരെണ്ണം റീപ്ലേസ് ചെയ്യും. Next, fourth നോക്കിയേ, to distribute clean linen to the respective user departments as needed. അല്ലെ, ഇനി അതിനുശേഷം എന്താണ് ചെയ്യുക, നമ്മൾ അത് പ്രോസസ് ചെയ്ത് കഴിഞ്ഞു, ക്ലീൻ ആക്കി അവിടെ വെച്ചിരിക്കുകയാണ്. അതെന്ത് ചെയ്യും, അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളോട്ടാണോ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് അതിന്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ളത്, യഥാക്രമം ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലാണോ ഏതൊക്കെയാണോ യൂസ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമായിട്ട് വരുന്നത്, അതെന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ക്ലീൻ ആയിട്ടുള്ള ഇങ്ങനെയുള്ള ലിനൻ മെറ്റീരിയൽസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് നോക്കിയേ, ഫിഫ്ത്ത്, ടു മെയിൻറ്റെയിൻ ആൻഡ് കൺട്രോൾ ദ ഇൻവെന്ററീസ് ആൻഡ് പ്രോസസ്ഡ് ലിനൻ. എന്താണ് ഇൻവെന്ററീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിവര പട്ടികകള് കേട്ടോ. അപ്പൊ അറിയാത്തതുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെച്ചേക്കണം കേട്ടോ. ഇൻവെന്ററീസ് എന്ന് പറഞ്ഞാൽ വിവര പട്ടികകള്. അപ്പൊ ഓക്കെ സാരമില്ല ഹരിത, ഓക്കെ. അപ്പൊ എന്താണ് ഇൻവെന്ററീസ് എന്ന് പറയുന്നത്, അവിടെ വിവര പട്ടികകളാണ് കേട്ടോ. അപ്പൊ ഇവിടെ പ്രോസസ്ഡ് ആയിട്ടുള്ള ലിനനുകൾ ഉണ്ടല്ലോ, അതായത് ക്ലീൻ ചെയ്ത് നമ്മൾ വെച്ചിരിക്കുന്ന ലിനനുകള്, അതിനെ കുറിച്ചുള്ള അതിൻ്റെതായുള്ള വിവര പട്ടികകൾ, അത് എത്ര എണ്ണം ഉണ്ട്, എങ്ങനത്തെ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെ പറ്റിയുള്ള വിവര പട്ടികകൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ, മെയിൻറ്റെയിൻ ചെയ്യണം. അതോടൊപ്പം തന്നെ വരുന്ന അടുത്ത പോയിന്റ് ഒന്ന് നോക്കിയേ, റിറ്റെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്. എന്താണ്, ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള വിവര പട്ടികകളൊക്കെ ഉൾപ്പെടുന്ന ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഉൾപ്പെടുന്നതായിട്ടുള്ള രജിസ്റ്ററുകൾ അല്ലെ. ഏത് ഡിപ്പാർട്ട്മെന്റിലും അവിടെ വന്നു പോകുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും പറ്റി എന്താണ് എൻറ്റർ ചെയ്യാനായിട്ട് ഒരു രജിസ്റ്റേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ അവിടുത്തെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട രജിസ്റ്ററുകൾ, പലതരത്തിലുള്ള രജിസ്റ്റേഴ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള രജിസ്റ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്യണം, നിലനിർത്തണം. എന്തൊക്കെയാണ് പറഞ്ഞത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫങ്ഷൻസിൽ വരുന്നത്. ഒന്നാമത്തേത് നോക്കിയേ, ടു കളക്ട് ഓർ റിസീവ് സോയിൽഡ് ആൻഡ് ഇൻഫെക്റ്റഡ് ലിനൻ ഫ്രം ഡിഫറെന്റ് പ്ലേസസ് അല്ലെ. പല സ്ഥലങ്ങളിൽ നിന്നുള്ള മുഷിഞ്ഞത് അല്ലെങ്കിൽ അഴുക്കായിട്ടുള്ളത് ലിനൻ ഉണ്ടാവും. അതായത് കറകളോ കാര്യങ്ങളോ പറ്റിയതായിട്ടുള്ളത് ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളത് അത് പേഷ്യൻസ് ഉപയോഗിച്ചതാവാം, അവരുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാഫുകൾ യൂസ് ചെയ്തതോ ഡോക്ടേഴ്സ് യൂസ് ചെയ്തതായിട്ടുള്ള ഇൻഫെക്റ്റഡ് ലിനനുകൾ ഉണ്ടാവാം. അപ്പൊ അവയെല്ലാം പല ഏരിയാസിൽ നിന്നും എന്ത് ചെയ്യണം, കളക്ട് ചെയ്യുക. അത് ആദ്യം ചെയ്യുന്നു. അതിനുശേഷം രണ്ടാമത് വരുമ്പോൾ അവിടെ എന്താ, ഇങ്ങനെയുള്ള തുണിത്തരങ്ങൾ എന്ത് ചെയ്യുന്നു, സോർട്ട് ചെയ്യും. വേർതിരിച്ചതിന് ശേഷം സ്ലൂയിസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, കഴുകുക. എന്തിനു വേണ്ടിയിട്ടാണ്, അണുവിമുക്തമാക്കാൻ അല്ലെങ്കിൽ ഡിസ്ഇൻഫെക്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴുകി അങ്ങനെ അണുവിമുക്തമാക്കിയതിന് ശേഷമാണ് എല്ലാം കൂടി എന്ത് ചെയ്യുന്നത്, പിന്നീട് ഒന്നും കൂടി വാഷ് ചെയ്യാനായിട്ട് വെക്കുന്നത്. ഇനി അതിനുശേഷം എന്ത് ചെയ്യും, ആ വെള്ളം എന്ത് ചെയ്യും, ആ കഴുകി വാഷ് ചെയ്തിട്ടുള്ള ആ വെള്ളം എന്ത് ചെയ്യും, ഡ്രൈ ചെയ്യാനായിട്ട് എക്സ്ട്രാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡ്രെയിനർ പോലെയുള്ളവ യൂസ് ചെയ്തുകൊണ്ട് അത് എക്സ്ട്രാക്ട് ചെയ്യുന്നു. അതുപോലെ ആ തുണികളെ എന്ത് ചെയ്യുന്നു, കണ്ടീഷനിങ് ചെയ്യും അല്ലെ, സ്റ്റിഫ് ആയിട്ടിരിക്കാൻ, അത് സോഫ്റ്റ് ആവാൻ, അതുപോലെ അതിന്റെ ആ ഒരു ഫാബ്രിക്കിന്റെ ക്വാളിറ്റി കുറച്ച് നാളും കൂടി നീണ്ടു നിൽക്കാനൊക്കെ ആവശ്യമായിട്ട് കണ്ടീഷനിങ്ങുകൾ കൊടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യും, അയണിങ് ചെയ്യും. അയണിങ് ചെയ്യുന്നത് എങ്ങനെയാണ്, പ്രസ്സിങ് ചെയ്യുന്ന പോലത്തെ മെഷീൻസ് യൂസ് ചെയ്തിട്ട്, അതായത് സ്റ്റീമോ പോലെയുള്ള യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു മെഷീൻസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. അങ്ങനെയുള്ള മെഷീൻസ് ഉപയോഗിച്ച് പ്രസ് ചെയ്ത് അയൺ ചെയ്തതിന് ശേഷം അതെന്ത് ചെയ്യും, ഫോൾഡ് ചെയ്ത് വെക്കും. ഇനി ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുന്നതിന് മുൻപായിട്ട് എന്ത് ചെയ്യും, ആ മെറ്റീരിയൽസിന് എന്തെങ്കിലും ഡാമേജുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിലോ റിപ്പയർ ചെയ്യാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്യും. പുതിയതൊരെണ്ണം അതിന് പകരമായിട്ട് വെക്കും. അത് കഴിഞ്ഞാൽ എന്താ ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാന്നൊക്കെ ഉറപ്പ് വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ വെച്ചിരിക്കുന്ന ക്ലീൻ ആയിട്ടുള്ള ലിനനുകള് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ എത്ര എണ്ണം ആവശ്യമായിട്ടുണ്ടോ അതിനനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അതിനുശേഷമോ അതുപോലെ ഇങ്ങനെ പ്രോസസ് ചെയ്തിട്ടുള്ള ലിനനുമായി ബന്ധപ്പെട്ട വിവര പട്ടികകൾ ഉണ്ടാവുമല്ലോ, എത്ര എണ്ണം വെച്ചിട്ടുണ്ട്, എത്ര എണ്ണം പ്രോസസ് ചെയ്തു, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്ര എണ്ണം ഒക്കെ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറ്റിയുള്ള ആ ഒരു ഇൻവെന്ററീസ് അല്ലെങ്കിൽ വിവര പട്ടികകള് മെയിൻറ്റെയിൻ ചെയ്യണം. അതോടൊപ്പം തന്നെ ആ ഡിപ്പാർട്ട്മെന്റ് ബന്ധപ്പെട്ട മറ്റെല്ലാ രജിസ്റ്ററുകളും എന്ത് ചെയ്യണം, നിലനിർത്തിയിരിക്കണം.
ഇത്രയും മനസ്സിലായോ ഫങ്ഷൻസ്? ഇതിലാർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും പോയിന്റ്സ് റിപ്പീറ്റ് ചെയ്യണോ? ക്ലിയർ ആയി? ഓക്കെ. അപ്പോ നെക്സ്റ്റ് നോക്കിയേ, ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഈസ് ടു മാനേജ് ടെക്നിക്കൽ ഫങ്ഷൻസ്. ഇനി ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് പിന്നെയും പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി? നോക്കിയേ, ഈസ് ടു മാനേജ് ടെക്നിക്കൽ ഫങ്ഷൻസ്. എന്തുകൊണ്ടാണ് ഇവിടെ ടെക്നിക്കൽ ഫങ്ഷൻസ് മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ സാങ്കേതിക പ്രവർത്തനങ്ങൾ മാനേജ് ചെയ്യണം എന്ന് പറയുന്നത്? എന്തുകൊണ്ടായിരിക്കാം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ടെക്നിക്കൽ ഫങ്ഷൻസ് എന്തൊക്കെയാണ് ഇവിടെ വരുന്നത്? ഈ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ടെക്നിക്കൽ ഫങ്ഷൻസ് വരുന്നുണ്ടോ? സാങ്കേതിക പ്രവർത്തനങ്ങൾ വരുന്നുണ്ടോ? അതെ, വെരി ഗുഡ്. എന്താണ് അവിടെ? വാഷിംഗ് മെഷീനുകൾ, അതുപോലെ എന്താണ് അത് ഡ്രൈ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്ക്വീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെഷീനുകൾ, അതുപോലെ ഇവിടെ നമ്മൾ പറഞ്ഞു അയൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീനുകൾ പോലെയുള്ള മെഷീൻസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള മെഷീൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ എന്താണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെ മാനേജ് ചെയ്തിരിക്കണം? ഈ ടെക്നിക്കൽ ഫങ്ഷൻസ് മാനേജ് ചെയ്യണം. അതുപോലെ തന്നെ ഡിറ്റർമൈൻ എന്നാണ് കേട്ടോ, അവിടെ കുറച്ച് മിസ്റ്റേക്കുകൾ വരുന്നുണ്ട്, അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്തേക്കണം കേട്ടോ. ഡിറ്റർമൈൻ ഓഫ് ദ ടൈപ്പ് ഓഫ് ലിനൻ ടു ബി പർച്ചേസ്ഡ് അല്ലെ? എന്തൊക്കെ ലിനനുകളാണ് പർച്ചേസ് ചെയ്യേണ്ടത്, ഏത് ടൈപ്പ് ഓഫ് ലിനൻ ആണ്, ഏത് തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ഇവിടെ പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കണം. അതുപോലെ എന്ത് വേണം? ദ ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ് ഇൻ സ്റ്റോക്ക്. ആ സ്റ്റോക്കിലുള്ള അല്ലെങ്കിൽ അവരുടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റോക്ക് ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ ക്വാണ്ടിറ്റി എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ അളവ് എത്രത്തോളം ഉണ്ട്, എത്ര മെറ്റീരിയൽസ് അവരുടെ സ്റ്റോക്ക് ആയിട്ട് ഇപ്പൊ ഉണ്ട്, അതുപോലെ എത്ര എണ്ണം ഇനി പർച്ചേസ് ചെയ്യണം, എങ്ങനത്തെ ടൈപ്പാണ് പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയും ടെക്നിക്കൽ ആയിട്ടുള്ള ഫങ്ഷൻസ് മാനേജ് ചെയ്യുകയും ചെയ്യേണ്ടത് ആരാണ്? ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട്? ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. റിക്വയർമെന്റ്സ് ഫോർ ലിനൻ വേരി ഇൻ വേരിയസ് ഏരിയാസ് അല്ലെ? പല ഏരിയാസിലും, ഇപ്പൊ ഒപിയിലായിക്കോട്ടെ, IPയിലായിക്കോട്ടെ, എന്താണ് ഓപ്പറേഷൻ തിയേറ്റേഴ്സിലായിക്കോട്ടെ, അവിടെ എല്ലാം ഉപയോഗിക്കുന്ന ക്ലോത്തുകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട തുണിത്തരങ്ങൾ വ്യത്യസ്തമായിരിക്കില്ലേ? എല്ലായിടത്തും ഒരുപോലത്തെ സാധനങ്ങൾ വേണോ? അല്ല, പല സ്ഥലത്തുള്ളതും പല ഏരിയാസിലുള്ളത് വ്യത്യസ്തമായിരിക്കും അല്ലെ? ആൻഡ് ദ ഹോസ്പിറ്റൽ നീഡ്സ് ടു പ്രൊവൈഡ് സഫിഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് ലിനൻ ഫോർ സർക്കുലേഷൻ ആസ് വെൽ ആസ് റെസ്റ്റ് പീരിയഡ് ഇൻ സ്റ്റോറേജ്. എന്താണ്? അപ്പോ പല സ്ഥലങ്ങളിലേക്കും പല തരത്തിലുള്ള മെറ്റീരിയൽസ് ആയിരിക്കും വേണ്ടത്, അല്ലെങ്കിൽ പല തരത്തിലുള്ള ഐറ്റംസ് ആയിരിക്കും വേണ്ടത്. അപ്പൊ ആ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്തിരിക്കണം? ആവശ്യമായിട്ടുള്ള, അതായത് സഫിഷ്യന്റ് ക്വാണ്ടിറ്റി, എത്രത്തോളം അളവിൽ അവരുടെ ആവശ്യമായിട്ടുള്ള അളവിലുള്ള ക്വാണ്ടിറ്റിയിലുള്ള ലിനനുകള് സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്യണം? ഇപ്പൊ ഒരു പ്രാവശ്യം നമ്മൾ അവിടെ ഇത് കളക്ട് ചെയ്യുമ്പോൾ അതിന് പകരമായിട്ട് അവിടെ കൊടുത്തിരിക്കണം അല്ലെ? ക്ലീൻ ആയിട്ടുള്ളവ കൊടുത്തിരിക്കണം. എന്നാലല്ലേ അത് നല്ല രീതിയിൽ അത് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യുന്നുള്ളൂ? സർക്കുലേറ്റ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സർക്കുലേഷൻ ആവശ്യമായിട്ടുള്ള അളവിലുള്ള ലിനനുകൾ അല്ലെങ്കിൽ ക്ലോത്ത് മെറ്റീരിയൽസ് ആര് പ്രൊവൈഡ് ചെയ്യണം? ഹോസ്പിറ്റലുകാര് ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ റെസ്റ്റ് പീരിയഡ് ഇൻ സ്റ്റോറേജ്, അതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് എപ്പോഴെങ്കിലും ആവശ്യം വരുമെന്ന് വിചാരിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടും ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിലുള്ള ലിനനുകൾ ഈ ഹോസ്പിറ്റലുകാര് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്? ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിലേക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കണം. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞത് എന്തൊക്കെയാ? ടെക്നിക്കൽ ഫങ്ഷൻസ് അല്ലെങ്കിൽ സാങ്കേതിക പ്രവർത്തനങ്ങൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട വരുന്ന എക്യുപ്മെന്റ്സ്, മെഷീൻസ് ഒക്കെ യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന ആ ഉപകരണങ്ങളുടെ ടെക്നിക്കൽ ആയിട്ടുള്ള ഫങ്ഷൻസ് മാനേജ് ചെയ്യണം. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ മാനേജ് ചെയ്യണം. അതുപോലെ എന്താണ്? ഏതൊക്കെ ലിനൻസ് അവിടെ, ഏതൊക്കെ തുണിത്തരങ്ങളാണ്, ഏത് ടൈപ്പാണ് വേണ്ടത്, പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം തീരുമാനിക്കണം. അതുപോലെ എത്ര സ്റ്റോക്ക് അവിടെ, എത്ര ക്വാണ്ടിറ്റിയിലുള്ള മെറ്റീരിയൽസ് അവിടെ സ്റ്റോക്ക് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ തീരുമാനിച്ച് അതിനനുസരിച്ച് വേണം അവിടെ പർച്ചേസുകൾ ചെയ്യാനായിട്ട്. ഇതൊക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ആ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുപോലെ തന്നെ പല ഏരിയാസിലുള്ള എന്താണ് ലിനനുകൾ അല്ലെങ്കിൽ വസ്ത്രങ്ങളുടെ അല്ലെങ്കിൽ അവിടെ വേണ്ടതായിട്ടുള്ള ഐറ്റംസിന്റെ റിക്വയർമെന്റ് അല്ലെങ്കിൽ ആവശ്യകത എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും അല്ലെ? അപ്പൊ അവിടെ ഹോസ്പിറ്റലുകാരാണ് എന്തിന്റെ? ഹോസ്പിറ്റൽ നീഡ്സ് ടു പ്രൊവൈഡ്, അവരാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്താണ്? ലിനനുകൾ എത്രത്തോളം ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും അല്ലെങ്കിൽ ഓരോ ഏരിയയിലേക്കും എത്രത്തോളം ക്വാണ്ടിറ്റിയില് അളവില് ലിനനുകൾ അല്ലെങ്കിൽ വസ്ത്രങ്ങൾ വേണം എന്നുള്ളതിനനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലോട് ആവശ്യത്തിനനുസരിച്ച് സർക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ശരിയായ അളവിലുള്ള
മെറ്റീരിയൽസ് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ എന്താണ് ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടും അങ്ങനെയുള്ള മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ആവശ്യം വരുമ്പോൾ എപ്പോഴാണോ ആവശ്യം വരുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പോ ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള സഫിഷ്യന്റ് ക്വാണ്ടിറ്റിയിലുള്ള മെറ്റീരിയൽസ് ലിനനുകൾ അവിടെ ഹോസ്പിറ്റലുകാർ പ്രൊവൈഡ് ചെയ്തിരിക്കണം ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക്. ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ നോക്കാം. ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ ഏത് ഡിപ്പാർട്ട്മെന്റിനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ലൊക്കേഷനും ഡിസൈൻ ഒക്കെ പഠിക്കാറുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടും അവരുടെ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രത്യേകതകളാണ് നോക്കേണ്ടതാണ്. The laundry should be located in an area that has sufficient daylight and natural ventilation. അപ്പൊ ലോണ്ട്രിയുടെ എന്തൊക്കെയാണ് പ്രത്യേകതകൾ? ആദ്യത്തേതായിട്ട് വരുന്നത് ലൊക്കേഷനിൽ വരുന്നത് എന്താണ്? അവരുടെ ലൊക്കേഷൻ ലോണ്ട്രിയുമായി ബന്ധപ്പെട്ട് ലോണ്ട്രി ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയുള്ള ഏരിയയിലായിരിക്കണം ലൊക്കേറ്റ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. സഫിഷ്യന്റ് ഡേ ലൈറ്റ് അല്ലെ. ഡേ ലൈറ്റ് എന്ന് പറഞ്ഞാൽ പകൽ വെളിച്ചം. പകൽ വെളിച്ചം നല്ല ആവശ്യത്തിനനുസരിച്ച് ആവശ്യമായ രീതിയിൽ പകൽ വെളിച്ചം കിട്ടുന്ന സ്ഥലത്തായിരിക്കണം. അതുപോലെ പ്രകൃതിദത്തമായിട്ടുള്ള വായു സഞ്ചാരം, അതാണ് നാച്ചുറൽ വെന്റിലേഷൻ എന്ന് പറയുന്നത് അല്ലെ. പ്രകൃതിദത്തമായിട്ടുള്ള വായു സഞ്ചാരമുള്ളതും ഡേ ലൈറ്റ് അല്ലെ, എന്താണ് പകൽ വെളിച്ചം ഒക്കെ നല്ല രീതിയിൽ സഫിഷ്യന്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഏരിയയിലായിരിക്കണം ഈ ലോണ്ട്രി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ വരാനായിട്ട് അല്ലെ. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ടിപ്പിക്കലി ഇറ്റ് ഷുഡ് ബി ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. ഇനി ഇതും എവിടെ തന്നെയായിരിക്കണം? ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം എവിടെയാണ്? ഗ്രൗണ്ട് ഫ്ലോറിലാണ്, താഴത്തെ നിലയിലാണ്. ഇനി അതോടൊപ്പം ഒന്ന് നോക്കി, ഓഫ് ആൻ ഐസൊലേറ്റഡ് ബിൽഡിംഗ് എങ്ങനെയായിരിക്കണം? ഒരു ഒറ്റപ്പെട്ട രീതിയിലുള്ള ഒരു ബിൽഡിംഗ് ആയിരിക്കണം, ഐസൊലേറ്റ് ചെയ്തിരിക്കുന്ന പോലത്തെ ഒരു ബിൽഡിംഗ് ആയിരിക്കണം. സിറ്റുവേറ്റഡ് നെക്സ്റ്റ് ടു ഓർ അഡ്ജസന്റ് ടു ദ വാട്ടർ ആൻഡ് പവർ പ്ലാന്റ് away from the main സർവീസ് ഏരിയ. എവിടെ നിന്ന് ഒറ്റപ്പെട്ടിരിക്കുന്നതാണ്? ആ ഹോസ്പിറ്റലിലെ മെയിൻ സർവീസ് ഏരിയാസ് ഉണ്ടല്ലോ, പ്രധാനമായിട്ടുള്ള കുറെ ഡിപ്പാർട്ട്മെന്റുകളും റിസപ്ഷനും അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ, കൺസൾട്ടേഷൻ ഏരിയ പോലെയുള്ള മെയിൻ സർവീസ് ഏരിയകളിൽ നിന്നും കുറച്ച് ഐസൊലേറ്റ് ചെയ്തിരിക്കുന്ന രീതിയിൽ, സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന രീതിയിലുള്ള ഒരു ബിൽഡിങ്ങിലായിരിക്കണം ഈ ലോണ്ട്രി ഡിപ്പാർട്ട്മെന്റ് വരേണ്ടത്. കാരണം എന്താ? അത് മറ്റു ഡിപ്പാർട്ട്മെന്റുകളെയൊക്കെ മായി ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല അല്ലെ. അതൊരു ഒറ്റപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ എന്താ നല്ല രീതിയിലുള്ള വായു സഞ്ചാരമുള്ളതും അതുപോലെ നല്ല പ്രകൃതിദത്തമായിട്ടുള്ള ഡേ ലൈറ്റുകൾ അല്ലെങ്കിൽ എന്താണ് പകൽ വെളിച്ചങ്ങളൊക്കെ നല്ല രീതിയിൽ കിട്ടുന്ന പോലെയുള്ള ഒരു സ്ഥലത്തായിരിക്കണം ഈ ലോണ്ട്രി ഡിപ്പാർട്ട്മെന്റ് വെക്കേണ്ടത്. ഇനി അത് എന്തിനൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കണം? എന്തിനോടൊക്കെ അടുത്തായിരിക്കണം? എന്താണ്? വാട്ടർ സപ്ലൈ വേണം അല്ലെ. ഇവിടുത്തെ പ്രവർത്തനങ്ങൾ പ്രൊസീജിയേഴ്സ് നടക്കണമെങ്കിൽ വെള്ളം ആവശ്യമല്ലേ. അതുപോലെ തന്നെ പവർ പ്ലാന്റുകൾ, വൈദ്യുതി ആവശ്യമല്ലേ. അപ്പൊ വെള്ളവും വൈദ്യുതിയും ഒക്കെ കിട്ടുന്ന രീതിയിൽ അതുമായി ബന്ധപ്പെട്ട് അതിന്റെയൊക്കെ ആ സോഴ്സ് എവിടെയാണോ ആ ഹോസ്പിറ്റലിൽ ഉള്ളത് അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായി അടുത്തായിരിക്കണം ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ വരേണ്ടത്. Then the department should be situated close to the elevators and must permit easy movement of linen to different areas. അല്ലെ, ഏരിയ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം എന്നാണ് പറയുന്നത്? എലിവേറ്റേഴ്സ്. എലിവേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെയുള്ള ലിഫ്റ്റുകൾ പോലെ, അതായത് മുകളിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ലിഫ്റ്റ് പോലെയുള്ള എലിവേറ്റേഴ്സിന്റെ അടുത്തായിട്ടായിരിക്കണം ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് വെക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് അങ്ങനെ ഒരു എലിവേറ്റർ വെച്ചാലും മതി. അപ്പൊ അങ്ങനെയുള്ളത് വരുമ്പോ എന്താണ്? പല ഏരിയാസിൽ പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അഡ്ജസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ക്ലോസ് ചെയ്ത്, ക്ലോസ് ടു എന്നൊക്കെ പറയുന്ന മീനിങ്, അതായത് വളരെ അടുത്ത് എന്നുള്ള മീനിങ് ആണ് കേട്ടോ അഡ്ജസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? എലിവേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്ത് വേണം? അത് ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വളരെ അടുത്തായിട്ടായിരിക്കണം വേണ്ടത്. ഇനി അങ്ങനെ എലിവേറ്റേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലെങ്കിൽ ലിഫ്റ്റുകളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? പല ഏരിയാസിൽ, അതായത് ഒരു ഡിപ്പാർട്ട്മെന്റ് ചിലപ്പോ ഫസ്റ്റ് ഫ്ലോറിലായിരിക്കും, ചിലപ്പോ തേർഡ് ഫ്ലോറിലോ ഫോർത്ത് ഫ്ലോറോ ഒക്കെ ഹോസ്പിറ്റലിൽ ഉണ്ടാവില്ലേ. അപ്പൊ അവിടേക്കൊക്കെ ഈ 4-5 ഫ്ലോറുകളുള്ള ഹോസ്പിറ്റലിലാണ് പല ഡിപ്പാർട്ട്മെന്റുകൾ പല ഏരിയാസിലായിരിക്കും കിടക്കുന്നത് അല്ലെങ്കിൽ പല ഫ്ലോറിലായിരിക്കും കിടക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് എത്തിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള എലിവേറ്റേഴ്സ് പോലെ ലിഫ്റ്റ് പോലുള്ള സൗകര്യങ്ങൾ ആവശ്യമാണ് അല്ലെ. അപ്പൊ അത് ഇവിടെ നിന്ന് ക്ലീൻ ആയിട്ടുള്ള ഇങ്ങനെ മെറ്റീരിയൽസ് കൊണ്ടുപോകാനും അതുപോലെ അവിടെ നിന്ന് എന്താണ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ സോൾഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ തിരിച്ചു കൊണ്ടുവരാനും വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള എലിവേറ്റേഴ്സിന്റെ അടുത്തായിരിക്കണം എന്ത് ഈ ഒരു ലോണ്ട്രി ഡിപ്പാർട്ട്മെന്റിന്റെ സ്ഥാനം വരേണ്ടത്. Then നോക്കി, ഹോസ്പിറ്റൽ ലോണ്ട്രി മാനേജസ് സ്പെഷ്യാലിറ്റി ഐറ്റംസ് ആൻഡ് ടാസ്ക് which mainly include disinfection and infection control of normally stained linen as well as infected linen. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഹോസ്പിറ്റലിൽ ലോണ്ട്രി എന്ത് ചെയ്യുന്നു? എന്തൊക്കെ ഐറ്റംസിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കണം എന്നതാണ്. അതായത് അവിടെ എന്ത് ചെയ്യണം?
സ്റ്റെയിൻഡ് ആയിട്ടുള്ള ലിനൻ ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിലോ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻ ആയിക്കോട്ടെ, കറകൾ പുരണ്ടതായാലും കുഴപ്പമില്ല, അതുപോലെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനനുകൾ ആയാലും കുഴപ്പമില്ല. ഇവ എല്ലാം എന്ത് ചെയ്യണം? അതിൽ നിന്നും ഡിസ്ഇൻഫെക്ഷൻ ചെയ്ത് ഈ വരുന്ന സ്റ്റെയിൻഡ് ആയിട്ടുള്ള ലിനനുകളെയും അതുപോലെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനനുകളെയും ഒക്കെ എന്ത് ചെയ്യണം? ഡിസ്ഇൻഫെക്ഷൻ ചെയ്യണം, അല്ലെ? ഡിസ്ഇൻഫെക്ഷൻ അണുവിമുക്തമാക്കണം. അങ്ങനെ അണുവിമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള മെറ്റീരിയൽസിനെ അണുവിമുക്തമാക്കുക എന്നുള്ളതാണ് ഈ ഹോസ്പിറ്റൽ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനമായിട്ടും മാനേജ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലെ? എല്ലാത്തിനും ഏത് തരത്തിലുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതോ സ്റ്റെയിൻഡ് ആയിട്ടുള്ളതോ ഏത് മെറ്റീരിയലും ആയിക്കോട്ടെ, അതിനെല്ലാം ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അണുവിമുക്തമാക്കുക. അത് വഴി ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടും ഈ ഹോസ്പിറ്റൽ ലോണ്ടറി മാനേജ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. Then there should be separate infection areas from interception areas. അവിടെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ നമ്മൾ പറഞ്ഞു. സ്റ്റെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കറകളുള്ള അല്ലെങ്കിൽ സോയിൽഡ് ആയിട്ടുള്ള ലിനനുകൾ എന്ത് ചെയ്യണം? അത് വേറെ സെപ്പറേറ്റ് ആണ് നമ്മൾ അത് വാഷ് ചെയ്ത് അത് പ്രോസസ് ചെയ്തെടുക്കുന്നത്. അതുപോലെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനനുകൾ ആണെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്ത് അതിനൊരു സെപ്പറേറ്റ് ഏരിയ വേണം എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് അവനെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിനെ വേറെ സെപ്പറേറ്റ് ചെയ്ത് മറ്റു ഏരിയയിൽ നിന്നും വേറെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനനുകളെ പ്രോസസ് ചെയ്യാനായിട്ട് അതിനനുസരിച്ചുള്ള സെപ്പറേറ്റ് ഏരിയ വേണം. There should be sufficient power. പവർ വേണ്ടേ? വൈദ്യുതി ഉണ്ടായിരിക്കണ്ടേ? നല്ല രീതിയിൽ ആവശ്യത്തിനനുസരിച്ചുള്ള വൈദ്യുതി വേണം. അതുപോലെ സഫിഷ്യന്റ് ക്വാളിറ്റി ഓഫ് സ്റ്റീം വേണം. സ്റ്റീം എന്താണ് സ്റ്റീം എന്ന് പറയുന്നത്? നീരാവി, അല്ലെ? നമ്മൾ എന്തിനു വേണ്ടിയിട്ടാ സ്റ്റീം എന്തിനു വേണ്ടിയാ നമ്മൾ പറഞ്ഞില്ലേ? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഓർത്ത് പറഞ്ഞേ, എന്തിനു വേണ്ടിയാ സ്റ്റീം? പ്രസ് ചെയ്യാൻ, അല്ലെ? അയണിങ് ചെയ്യുന്ന സമയത്ത് പ്രസ് ചെയ്യാനും അതിനെ അതിനോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ആ സ്റ്റീമും കൂടി വരുമ്പോ അതിനെ പൂർണ്ണമായിട്ടും നമുക്ക് അതിൽ നിന്ന് മാറ്റാനായിട്ട് പറ്റും, അല്ലെ? അതായത് വാഷ് ചെയ്ത് വരുന്നത് വഴി എന്നാലും ചില ഇൻഫെക്ഷൻസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തന്നെ ഇങ്ങനെയുള്ള സ്റ്റീമിംഗ് വഴി നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായിട്ടും അത് എന്ത് ചെയ്യും? നശിച്ചു പോകാനായിട്ട് സാധിക്കും. ആസ് വെൽ ആസ് കറക്റ്റ് ടെമ്പറേച്ചർ, അല്ലെ? കറക്റ്റ് ടെമ്പറേച്ചറും വേണ്ടേ? താപനില, ശരിയായ താപനിലയും ഇവിടെ ആവശ്യമാണ്. അപ്പൊ എന്തൊക്കെയായിരുന്നു ലൊക്കേഷൻ ആൻഡ് ഡിസൈനിൽ പറഞ്ഞത്? അവിടെ സഫിഷ്യന്റ് ആയിട്ടുള്ള ഡേ ലൈറ്റും നാച്ചുറൽ വെന്റിലേഷനും വേണം. അതുപോലെ തന്നെ പറഞ്ഞത്? ഇതൊരു മെയിൻ ആയിട്ടുള്ള സർവീസ് ഏരിയയിൽ നിന്നും ഐസൊലേറ്റ് ചെയ്ത പോലെ ആയിരിക്കണം ഈ ബിൽഡിംഗ് വേണ്ടത്. ഇനി അങ്ങനെ ആ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് ഏറ്റവും അനുയോജ്യമായിട്ട് വരേണ്ട ലൊക്കേഷൻ എന്നും പറയുന്നു. ഇനി അങ്ങനെ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഐസൊലേറ്റഡ് ആയിട്ടാണ് വേണമെങ്കിൽ പോലും അവിടെ എന്തിന്റെയൊക്കെ സപ്ലൈ ഉണ്ടായിരിക്കണം? എന്തിനൊക്കെ അടുത്തായിരിക്കണം? വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കണം, അല്ലെ? വാട്ടർ സപ്ലൈയോട് അടുത്തായിരിക്കണം. അതുപോലെ പവർ പ്ലാന്റിനോടും അടുത്തായിരിക്കണം. അവിടെ വൈദ്യുതിയും വാട്ടറും വളരെ അത്യാവശ്യമാണ്, അല്ലെ? ഇനി എന്താണ് പറഞ്ഞത്? അവിടെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എലിവേറ്റേഴ്സ് എന്തിനോട് അടുത്തായിരിക്കണം? എലിവേറ്റേഴ്സ്, അതായത് ലിഫ്റ്റുകൾ പോലെയുള്ളവുമായിട്ട് അടുത്തായിരിക്കണം, അല്ലെ? അപ്പൊ അങ്ങനെ അടുത്താവുമ്പോൾ എന്താണ് അതിനെ സഹായിക്കുന്നത്? ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ഇവിടെ വരുന്ന മെറ്റീരിയൽസ് പ്രോസസ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ ക്ലീൻ ചെയ്തിട്ടുള്ള ലിനന്റെ ഈസി മൂവ്മെന്റിന് സഹായിക്കും. അതുപോലെ തന്നെ തിരിച്ച് അവിടെ നിന്ന് മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ടും ഇങ്ങനെയുള്ള ലിഫ്റ്റുകളുടെ അടുത്തായത് കൊണ്ട് പെട്ടെന്ന് എളുപ്പമാണ് കുറച്ചും കൂടി, അല്ലെ? നെക്സ്റ്റ് എന്താ നമ്മൾ പറഞ്ഞത്? ഹോസ്പിറ്റൽ ലോണ്ടറി എന്തിനൊക്കെ മാനേജ് ചെയ്യണം? സോയിൽഡ് ആയിക്കോട്ടെ, ഇൻഫെക്റ്റഡ് ആയിക്കോട്ടെ, അതായത് സ്റ്റെയിൻഡ് ആയിട്ടുള്ളതാവട്ടെ അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണികളാവട്ടെ, അവയെല്ലാം എന്ത് ചെയ്യണം? ഡിസ്ഇൻഫെക്റ്റൻ ചെയ്യണം, അല്ലെ? അണുവിമുക്തമാക്കിയതിനു ശേഷം ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യണം. അതാണ് ഹോസ്പിറ്റൽ ലോണ്ടറി പ്രധാനമായിട്ടും മാനേജ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം. ഇതെന്താണ് പറഞ്ഞത്? അവിടെ ഒരു ഇൻഫെക്ഷൻ ഏരിയ എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ആയിട്ട് ഇൻഫെക്ഷൻ ആയിട്ടുള്ള ലിനനുകളെ പ്രോസസ് ചെയ്യാനുള്ള ഒരു സെപ്പറേറ്റ് ഏരിയ ഉണ്ടായിരിക്കണം. അതുപോലെ അവിടെ ഇതൊക്കെ സഫിഷ്യന്റ് ആയിട്ട് വേണം. എന്തൊക്കെ ആവശ്യമായിട്ടുള്ള അളവിൽ വേണം? പവർ സപ്ലൈ, അല്ലെ? വൈദ്യുതി വേണം. അതുപോലെ സഫിഷ്യന്റ് ക്വാണ്ടിറ്റിയിലുള്ള സ്റ്റീം അല്ലെങ്കിൽ നീരാവി പോലുള്ള അങ്ങനെയുള്ള പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുവഴി ഇൻഫെക്ഷൻസിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ആ ഒരു പ്രോസസ് ചെയ്ത തുണികളിൽ നിന്നും ആ സ്റ്റീം ചെയ്യുന്നത് വഴി പൂർണ്ണമായിട്ടും എന്തെങ്കിലും ബാക്ടീരിയാസോ അല്ലെങ്കിൽ സംഭവം അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വൈറസ് പോലെയുള്ള പ്രസൻസ് ഉണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അതിനോടൊപ്പം തന്നെ അവിടെ ഒരു കറക്റ്റ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനിലയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യമാണ്. ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ മനസ്സിലായോ?
ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് പോവാം, അടുത്തതിലേക്ക് പോവാം. ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ കഴിഞ്ഞാല് ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സ് ഫോർ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്. ഇവിടെ ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഫെസിലിറ്റീസും എന്തൊക്കെ സ്പേസസ് ആണ് ആവശ്യമായിട്ട് വരുന്നത്. നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടും ആ ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ ഉണ്ടാവേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ, അതാണ് അവിടെ വേണ്ടതായിട്ടുള്ള കുറച്ച് ഫെസിലിറ്റീസ്. ആ ഡിപ്പാർട്ട്മെന്റിനുള്ളിലത്തെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് അതിനുള്ളിൽ വേണ്ടത്, അവിടുത്തെ കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടാണ്. The basic requirements for the department. ആ ഡിപ്പാർട്ട്മെന്റിലെ ബേസിക് ആയിട്ട് അവർ വരുന്ന ആവശ്യകതകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ നോക്കിയേ, ഡീകണ്ടാമിനേഷൻ ഏരിയ. എന്താണ് ഡീകണ്ടാമിനേഷൻ ഏരിയ? അണുവിമുക്തമാക്കുന്ന ഏരിയ അല്ലെ, അതായത് സ്ലൂയിസിങ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പോയിന്റ് വൈസ് ആയിട്ട് പറയുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഫസ്റ്റ് പറഞ്ഞാൽ ഡീകണ്ടാമിനേഷൻ ഏരിയ വേണം, വേണ്ടേ? അതായത് അണുവിമുക്തമാക്കാനായിട്ടുള്ള ഏരിയ. അതെങ്ങനെയാ വരുന്നത്? എല്ലാത്തിനും ഓരോരോ ഏരിയ ആയിട്ട് തിരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആ ഏരിയയിൽ ആ ഒരു ഫംഗ്ഷൻ മാത്രമേ ചെയ്യുള്ളൂ, ആ പ്രോസസ്സ് മാത്രമേ ചെയ്യുള്ളൂ. അപ്പൊ ഡീകണ്ടാമിനേഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ അണുവിമുക്തമാക്കുന്ന ഏരിയ ആണ്. അവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഡിസ്ഇൻഫെക്റ്റൻ ചെയ്യണം അല്ലെ, അണുവിമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ള സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ കഴുകുക. അതാണ് സ്ലൂയിസിങ് ചെയ്യുക, കഴുകുന്നു, അങ്ങനെ അണുവിമുക്തമാക്കുന്നു. ഇനി അത് ഏതൊക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ എങ്ങനെയാണെന്നുള്ളത് പിന്നീട് പഠിക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അപ്പൊ ഡിസ്ഇൻഫെക്റ്റൻ ചെയ്യുക, നിങ്ങൾ ഇത്രമാത്രം മനസ്സിലാക്കി എന്താണ് അണുവിമുക്തമാക്കാനായിട്ട് എന്ത് ചെയ്യുന്നു? അതിനാവശ്യമായിട്ടുള്ള സൊല്യൂഷൻസും കാര്യങ്ങളും യൂസ് ചെയ്തുകൊണ്ട് അണുവിമുക്തമാക്കി കഴുകുന്നു. അതാണ് ഡീകണ്ടാമിനേഷൻ ഏരിയയിൽ ചെയ്യുന്നത്. Then second one നോക്കിയേ, area with facilities for receiving, sorting, storing, sorting and washer loading of soiled linen. ഇനി soiled linen അവിടെ കറകളൊക്കെ ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ അവിടെ ആദ്യം എന്ത് ചെയ്യുന്നു? മലിനമായിട്ടുള്ള അല്ലെങ്കിൽ അഴുക്കുള്ള ലിനനുകൾ അല്ലെങ്കിൽ വസ്ത്രങ്ങൾ വരുന്നതാണെങ്കിൽ അതിനെ എന്ത് ചെയ്യുന്നു? എല്ലാ വസ്ത്രങ്ങളും റിസീവ് ചെയ്യണം അല്ലെ, കളക്ട് ചെയ്ത് വെക്കണം. അതുപോലെ കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കണം. സ്റ്റോർ ചെയ്ത ഉടനെ കിട്ടിയ ഉടനെ നമ്മൾ ചിലപ്പോൾ ചെയ്യാം, കളക്ട് ചെയ്ത് ഉടനെ തന്നെ ചിലപ്പോൾ ആ പ്രോസസ് ചെയ്യില്ല. ഒരുമിച്ച് ആയിട്ട് മാത്രമല്ല, എല്ലായിടത്തുനിന്നും ഒരുമിച്ച് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം അല്ലെ നമ്മൾ ആ ഒരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇവിടെ അങ്ങനെ തന്നെ റിസീവ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ആ കിട്ടിയതിനേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. അതിനുശേഷം എന്ത് ചെയ്യും? അത് തരം തിരിക്കും, സോർട്ട് ചെയ്യും അല്ലെ. സോർട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? അവിടെ വാഷർ ലോഡിംഗ് ഓഫ് സോയിൽഡ് ലിനൻ എന്ത് ചെയ്യുന്നു? ഡിസ്ഇൻഫെക്റ്റന്റ് ചെയ്യേണ്ടതായിട്ടുള്ളതാണെങ്കിൽ അതിനെ എന്ത് ചെയ്യും? ഡിസ്ഇൻഫെക്ഷൻ ഏരിയയിലേക്ക് വിടും. അല്ലാന്നുണ്ടെങ്കിലോ, അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ഇതാണെങ്കിലോ, അതുപോലെ കറകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഓൾറെഡി അതിന് മുമ്പ് മാറ്റുമെന്ന് നമ്മൾ പറഞ്ഞു. അതിനാവശ്യമായിട്ടുള്ള പ്രൊസീജിയർ ചെയ്ത് കഴുകി ആ കറകളൊക്കെ നീക്കി ഡിസ്ഇൻഫെക്റ്റഡ് ആക്കി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും? വാഷർ ലോഡിംഗ് ഓഫ് സോൾട്ടിനെ എന്ത് ചെയ്യും? വാഷിംഗ് മെഷീനിലേക്ക് എന്ത് ചെയ്യും? ആ കഴുകുന്ന ആ ഒരു മെഷീനിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ലോഡ് ചെയ്ത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കും. നോക്കി, പ്രൊവിഷൻ ഫോർ സപ്ലൈ ഓഫ് വാട്ടർ, സ്റ്റീം ആൻഡ് പവർ. ഇനി അവിടെ വേറെ എന്താണ് ഈ ഏരിയയുമായിട്ട് വേണ്ടപ്പെട്ട ഒരു ഫെസിലിറ്റി എന്ന് പറയുന്നത്? വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കണം അല്ലെ, വാട്ടർ സപ്ലൈ വേണം. അതുപോലെ സ്റ്റീം ഉണ്ടായിരിക്കണം. അതുപോലെ എന്താണ്? പവർ. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്, മൂന്നെണ്ണവും ഇമ്പോർട്ടന്റ് ആണ്. അതെല്ലാത്തിന്റെയും ശരിയായ രീതിയിലുള്ള അളവില് അവിടെ എത്തിച്ചിരിക്കണം, ആ ഒരു ഏരിയയിൽ കിട്ടിയിരിക്കണം. ഫോർത്ത് വൺ നോക്കിയേ, ക്ലീൻ ലിനൻ പ്രോസസിംഗ് റൂം. ഇനി ക്ലീൻഡ് ആയിട്ടുള്ള ലിനനുകൾ അല്ലെ, വൃത്തിയാക്കിയ ലിനനുകൾ അത് പ്രോസസ് ചെയ്യാനായിട്ട് ഒരു റൂം വേണ്ടേ? മറ്റേ റൂമുകളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അവിടെ അത് വരുന്ന അല്ലെങ്കിൽ എന്താണ് അടുക്കളുള്ള അല്ലെങ്കിൽ എന്താണ് സോളിഡ് ആയിട്ടുള്ളതൊക്കെ പ്രോസസ് ചെയ്യുന്നതിൽ നിന്ന് മാറി ക്ലീൻ ചെയ്തിട്ടുള്ള ഇങ്ങനെയുള്ള ലിനനുകളെ പ്രോസസ് ചെയ്യാനായിട്ട് ഒരു റൂം വേണം. നെക്സ്റ്റ് നോക്കിയേ, സ്റ്റാഫ് ഫെസിലിറ്റീസ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ഒരാൾക്കോ രണ്ടാൾക്കോ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവിടെ അതിനാവശ്യമായിട്ടുള്ള സ്റ്റാഫ് ഫെസിലിറ്റീസ് വേണം. സ്റ്റാഫുകളുടെ സൗകര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു എന്താണ് ആ ഒരു സ്റ്റാഫുകളുടെ ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ അവരുടെ ആ ലഭ്യത ഉറപ്പാക്കണം. സിക്സ് നോക്കിയേ, ഏരിയ ഫോർ അയണിങ് അല്ലെ, അയൺ ചെയ്യാനായിട്ട് ഒരു ഏരിയ വേണം. എന്താ സ്വിങ്, സ്വിങ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വിങ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വിങ് മെഷീൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ്? നിങ്ങൾ കൂടി ഒന്ന് പറയൂ. അതെ, തുന്നുക അല്ലെങ്കിൽ അവിടെ നമ്മുടെ ടൈലറിങ് യൂണിറ്റ്സ് ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അങ്ങനെയുള്ള തയ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും ഒരു ഏരിയ വേണം. ആൻഡ് മെൻഡിങ്. മെൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ് മെൻഡിങ്. മെൻഡിങ് ഓർക്കണ്ടോ? മെൻഡിങ് പറഞ്ഞത് എന്താണ്? മെൻഡിങ്
നന്നാക്കുക അല്ലെ, ശരിയാണ്, നന്നാക്കുക. അതായത് എന്തെങ്കിലും ഡാമേജുകൾ ഉണ്ടാവും നമ്മൾ പറഞ്ഞില്ലേ, അങ്ങനെ ഡാമേജുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നാക്കുക. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ സൂയിങ് അല്ലെങ്കിൽ തയ്യലുകളൊക്കെ വരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ഏരിയ വേണം. ആൻഡ് ക്ലോത്ത് ഡ്രൈയിങ് ഏരിയ വേണ്ടേ, ഡ്രൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ക്ലോത്തുകൾ ഡ്രൈ ചെയ്യുന്നതിനായിട്ട് ഇതിന് വേണ്ടിയിട്ട് മെഷീൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഡ്രൈയിങ് മെഷീൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഡ്രൈയിങ് ഏരിയ ഇതിനായിട്ട് ബന്ധപ്പെട്ട് വേണം. ദെൻ സൊല്യൂഷൻ പ്രിപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ് റൂം അല്ലെ, ഇപ്പൊ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യണമെങ്കിലും അതുപോലെ മറ്റ് മറ്റു രീതിയിലുള്ള എന്ത് പ്രോസസ് ചെയ്യണമെങ്കിലും അതിനാവശ്യമായിട്ടുള്ള സൊല്യൂഷൻസ് അല്ലെങ്കിൽ അതിനാവശ്യപ്പെട്ട ഡിറ്റർജന്റുകൾ പോലെയുള്ളതാവട്ടെ അല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ആവട്ടെ അങ്ങനെയുള്ളതിന്റെയൊക്കെ സൊല്യൂഷൻസ് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഡിസ്ഇൻഫെക്ഷന് വേണ്ടിയിട്ടുള്ളത് ഇത്ര പെർസെന്റേജ് അങ്ങനെ മിക്സ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുള്ള സൊല്യൂഷൻസ് പ്രിപ്പയർ ചെയ്യാനും സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഒരു സ്പെഷ്യൽ റൂം വേണം. അതുപോലെ ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റീസ്, കൈകൊണ്ട് നമുക്ക് ഹാൻഡ് വാഷ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഹാൻഡ് വാഷ് ചില മെറ്റീരിയൽസ് അങ്ങനെയല്ലേ, നമ്മുടെ ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കുമ്പോ നമ്മുടെ ആ ഡ്രസ്സിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടാവില്ലേ ഹാൻഡ് വാഷിംഗ് ഒള്ളി എന്നൊക്കെ പറഞ്ഞ എഴുതി വെക്കുന്നുണ്ടാവില്ലേ, കണ്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെ? യെസ്, കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഹാൻഡ് വാഷ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫെസിലിറ്റീസ് വേണം. Then lockable storage to accommodate materials. ഇനി ഈ വരുന്ന മെറ്റീരിയൽസ് ഒക്കെ എന്ത് ചെയ്യണം, ഓരോന്നും അതിനനുസരിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഒരു ലോക്കബിൾ സ്റ്റോർ വേണം. കൂട്ടുള്ള ലോക്കബിൾ ആയിട്ടുള്ള ലോക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റോർ വേണം. Then നോക്കി ക്ലീൻ ലിനൻ ഇഷ്യൂയിങ് കൗണ്ടർ. എന്താണ് അടുത്തത് പറയുന്നത്? ക്ലീൻ ആയിട്ടുള്ള ലിനനുകൾ, അതായത് നമ്മൾ ക്ലീൻ ചെയ്ത് എല്ലാം ചെയ്ത് പ്രോസസ് ചെയ്ത് ക്ലീൻ ആയിട്ട് വെച്ചിരിക്കുന്ന ലിനനുകൾ അല്ലെങ്കിൽ ആ മെറ്റീരിയൽസ് എന്ത് ചെയ്യണം, അതിനെ ഇഷ്യൂ ചെയ്യാൻ പറയുന്നത് നൽകുക അല്ലെങ്കിൽ വിതരണം ചെയ്യുക എന്നുള്ള മീനിങ് ആണ് അല്ലെ, ഇഷ്യൂ ചെയ്യുക. ഇഷ്യൂ ചെയ്യാനായിട്ട് ഒരു പ്രത്യേക കൗണ്ടർ വേണം. ഇനി 11th നോക്കി സ്റ്റോറേജ് പ്ലേസ് ഫോർ ക്ലീനിങ് ഏജന്റ്സ് സ്റ്റോറിംഗ് ക്ലീൻ ലിനൻ എക്സെട്ര. അതുപോലെ എന്താ ക്ലീനിങ് ഏജൻസ് അതുപോലെയുള്ള ക്ലീൻഡ് ആയിട്ടുള്ള ലിനനുകൾ ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് സ്പേസുകൾ വേണം. Then enough space for heavy equipment like washing machine, squeezer, etc. എന്താണ് സ്ക്വീസർ എന്ന് പറയുന്നത്? സ്ക്വീസർ എന്താണ് സ്ക്വീസർ അറിയോ ആർക്കെങ്കിലും? പിഴിയാൻ വേണ്ടിയിട്ട് അല്ലെ, അതായത് അതിലുള്ള വെള്ളം ഇപ്പൊ നമ്മൾ വാഷിംഗ് മെഷീനിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചില വാഷിംഗ് മെഷീനൊക്കെ ഓട്ടോമാറ്റിക് അല്ലാതെ മറ്റേ സെമി ഓട്ടോമാറ്റിക് ഉള്ള രീതിയിലുള്ള ഇതിന്റെ കൂടെ ആയിട്ട് എന്താണ് ഒരു ഡ്രയർ ഉണ്ടാവും ഇല്ലേ? അതായത് ആ വാഷിംഗ് മെഷീനിൽ നിന്ന് യൂസ് ചെയ്ത ആ മെഷീനിൽ ക്ലീൻ ചെയ്യുന്ന ആ ക്ലോത്തുകളെ എന്ത് ചെയ്യണം, അതിനുള്ളിലുള്ള വാട്ടറിനെ ഡ്രൈ ചെയ്ത് കളയാൻ അല്ലെങ്കിൽ ഡ്രെയിൻ ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ആ തുണികളെ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെഷീൻസ് ആണ് സ്ക്വീസറുകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അവിടെ വാഷിംഗ് മെഷീൻസും അതുപോലെ സ്ക്വീസറുകൾ പോലെയുള്ള ഒത്തിരി മെഷീൻസ് ഉണ്ട്. അവയൊക്കെ ഹെവി ആയിട്ടുള്ള എക്യുപ്മെന്റുകൾ അല്ലെ, വളരെ ഭാരമുള്ള നല്ല വലിയ എക്യുപ്മെന്റ്സ് ആണ്. അപ്പൊ അതൊക്കെ വെക്കാനായിട്ട് ഒരു ഇനഫ് സ്പേസും ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വേണം. ഡെസ്കുകള് വേണം. കൗണ്ടേഴ്സ്, എന്താണ് കൗണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മേശകള്, അതുപോലെ ക്യാബിനറ്റ്സ്, അലമാരകള്, എന്തിനു വേണ്ടിയിട്ട് ഫയൽസും രജിസ്റ്റേഴ്സ്, ഇതുമായി ബന്ധപ്പെട്ട ഫയൽസും രജിസ്റ്റേഴ്സും ഒക്കെ സൂക്ഷിക്കണമെന്ന് നമുക്ക് പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെയുള്ള ഫയൽസും രജിസ്റ്റേഴ്സും ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡെസ്കുകളും കൗണ്ടറുകളും ക്യാബിനറ്റ് അലമാരകളും ഒക്കെ ആവശ്യമാണ്. അപ്പൊ എന്തൊക്കെയായിരുന്നു പ്രധാനമായിട്ട് വേണ്ട ഫെസിലിറ്റീസ് സ്പേസുകൾ എന്നൊക്കെ പറയുന്നത്? എന്തായിരുന്നു? ഒരെണ്ണം ഡികണ്ടാമിനേഷൻ ഏരിയ വേണം അല്ലെ, ഇത് ഡിസ്ഇൻഫെക്ട് ചെയ്യാനായിട്ട് അവിടെ അണുവിമുക്തമാക്കാനായിട്ട് അതിന് കഴുകാനൊക്കെ ആയിട്ട് ഒരു ഡികണ്ടാമിനേഷൻ ഏരിയ വേണം. രണ്ടാമത് പറഞ്ഞ എന്താ, ആ വരുന്ന തുണികളെ റിസീവ് ചെയ്യാനായിട്ടും സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് അതുപോലെ സോർട്ട് ചെയ്യാൻ തരംതിരിക്കാനായിട്ടും വാഷറിൽ ലോഡ് ചെയ്യാനായിട്ടും ഒക്കെ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞത് എന്താണ്, വാട്ടർ വേണം അല്ലെ, വാട്ടറിന്റെ സപ്ലൈ വേണം, സ്റ്റീം വേണം, അതുപോലെ പവർ സപ്ലൈയും അവിടെ ആവശ്യമാണ്. ഞാൻ പറഞ്ഞ എന്താണ്, ക്ലീൻഡ് ആയിട്ടുള്ള ലിനൻ പ്രോസസ്സിംഗ് റൂമുകൾ ആവശ്യമാണ്. സ്റ്റാഫുകളുടെ ഫെസിലിറ്റി, സ്റ്റാഫുകൾ ആവശ്യമല്ലേ, അവിടെ എത്ര ഫെസിലിറ്റി സ്റ്റാഫുകളുണ്ടോ അത് ഒത്തിരി ഇങ്ങനെയുള്ള കുറെ പ്രൊസീജിയേഴ്സ് കൂടുന്നതിനനുസരിച്ച് അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള സ്റ്റാഫുകളും ആവശ്യമായിട്ട് വരും. അപ്പൊ അവിടെ സ്റ്റാഫുകളുടെ ലഭ്യതയും വേണം. അതുപോലെ എന്താണ്, അയൺ ചെയ്യാനായിട്ട് ഒരു ഏരിയ വേണം, സ്വീം ചെയ്യാനും മെന്റിങ് ചെയ്യാനുമായിട്ടുള്ള ഒരു ഏരിയ വേണം. അതുപോലെ ക്ലോത്ത് ഡ്രൈ ചെയ്യാനായിട്ട് ഒരു ഏരിയ വേണം. അവിടെ വേണ്ടത് ഡിസ്ഇൻഫെക്ഷന് വേണ്ടിയിട്ടൊക്കെ ഉള്ള സൊല്യൂഷൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനും സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു റൂം വേണം. അതുപോലെ ഹാൻഡ് വാഷ് ചെയ്യുന്നതായിട്ടുള്ളതാണെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസ് വേണം. ലോക്കബിൾ ആയിട്ട് ഇങ്ങനെയുള്ള മെറ്റീരിയൽസിനെ
അതിനെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനൊക്കെ വെക്കാൻ ആവശ്യമായിട്ടുള്ള ലോക്കബിൾ ആയിട്ടുള്ള സ്റ്റോറുകൾ വേണം. ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റോറുകൾ വേണം. ക്ലീൻ ലിനൻ ആയിട്ടുള്ള ഇഷ്യൂ ചെയ്യുന്ന കൗണ്ടറുകൾ, വിതരണം ചെയ്യുന്ന കൗണ്ടറുകൾ വേണം. അതുപോലെ തന്നെ ക്ലീനിങ് ഏജന്റുകൾ, അതുപോലെ സ്റ്റോറിങ് ക്ലീൻ ആയിട്ടുള്ള ലിനനുകൾ അപ്പൊ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസുകൾ വേണം. എന്തൊക്കെയാണ് വേണ്ട? ഹെവി എക്യുപ്മെന്റ്സ് ആയിട്ടുള്ള വാഷിംഗ് മെഷീൻസ്, സ്പീസർ പോലെയുള്ളവയൊക്കെ അവയൊക്കെ വിൽക്കാൻ പാകത്തിനുള്ള ഇനഫ് സ്പേസ് അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഫയൽസും രജിസ്റ്റേഴ്സും, ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഫയൽസും രജിസ്റ്റേഴ്സും ഒക്കെ സൂക്ഷിക്കാനായിട്ട് അവിടെ ഡെസ്കുകൾ വേണം, കൗണ്ടറുകൾ, മേശകൾ വേണം, അതുപോലെ ക്യാബിനറ്റുകള്, അലമാരകളൊക്കെ ആവശ്യമാണ്. ഇത്രയും ഫെസിലിറ്റീസും സ്പേസ് റിക്വയർമെന്റ്സും എന്തുമായി ബന്ധപ്പെട്ട് വേണം? ഈ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ആ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെന്തെങ്കിലും പോയിന്റ്സ് റിപ്പീറ്റ് ചെയ്യണോ? ക്ലിയർ ആയോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വീടുകളിലാണെങ്കിലും നമ്മൾ ഇതുപോലെയൊക്കെ അല്ലേ ചെയ്യുന്നത്. ഇതൊക്കെ പ്രോസസ് ചെയ്ത ഓരോ റൂമിലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഓരോ കളികളിലായിട്ട് അലമാരയുടെ ഉള്ളിലേക്ക് വെച്ചൊക്കെയല്ലേ വെക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. ഇമ്പോർട്ടൻസ് ഓഫ് ലോണ്ടറി സർവീസ് ഇൻ എ ഹോസ്പിറ്റൽ പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കി ഇമ്പോർട്ടൻസ് ഓഫ് എ ലോണ്ടറി സർവീസ് ഇൻ എ ഹോസ്പിറ്റൽ. ഇനി ഒരു ഹോസ്പിറ്റലില് ഈ ലോണ്ടറി സർവീസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നമ്മൾ പറഞ്ഞ പോയിന്റ്സ് തന്നെയുള്ളോട്ട് എവിടെയും വരുന്നത്. Efficient and effective linen and laundry services can increase patient experience and reduce the danger of ക്രോസ് കണ്ടാമിനേഷൻ. എന്താണ്? ഹോസ്പിറ്റലില് ഒരു ലോണ്ടറി സർവീസ് ഉണ്ടാവേണ്ടത് അല്ലെങ്കിൽ ലോണ്ടറി സർവീസ് ഉള്ളതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ആവശ്യകത എന്താണ് എന്നുള്ളതാണ് നോക്കണം. അപ്പൊ അവിടെ എന്താണ്? ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യക്ഷമതയും അതുപോലെ ഫലപ്രദവുമായിട്ടുള്ള ഒരു ലിനൻ ആൻഡ് ലോണ്ടറി സർവീസ് ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് എന്തൊക്കെ സഹായിക്കുന്നത്? ക്യാൻ ഇൻക്രീസ് പേഷ്യന്റ് എക്സ്പീരിയൻസ്, അല്ലെ? പേഷ്യൻസിന് ആ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അനുഭവങ്ങൾ കൂടുതൽ ഇൻക്രീസ് ചെയ്യും. അതായത് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും അവർക്ക് കിട്ടുക. അതേസമയം ഇവിടെ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ വന്നാലോ നമ്മൾ പറയില്ലേ, നമുക്കാണെങ്കിലും ഒരു ബാഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കില്ലേ ആ ഹോസ്പിറ്റലിനെ പറ്റി കിട്ടുക. ആ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഞാൻ ഇന്ന രോഗവുമായിട്ടാണ് പോയത്, പക്ഷെ എനിക്ക് എന്താണ് അവിടെ ചെന്നപ്പോ എനിക്ക് ഇന്ന രോഗം കിട്ടി എന്ന് പറയില്ലേ നമ്മള്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ ആ ഒരു പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ്, ആ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള ആ അനുഭവങ്ങള്, നല്ല രീതിയിലുള്ള അനുഭവങ്ങൾ കൂട്ടാനായിട്ട് നല്ല എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലിനൻ ആൻഡ് ലോണ്ടറി സർവീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ സാധിക്കും. റെഡ്യൂസ് ദ ഡേഞ്ചർ ഓഫ് ക്രോസ് കണ്ടാമിനേഷൻ. എന്ത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും? എന്താണ് ക്രോസ് കണ്ടാമിനേഷൻ? കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ടാമിനേഷൻ? എന്താണ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത്? എന്താണ് ഒന്ന് പറഞ്ഞു നോക്കി. ക്രോസ് കണ്ടാമിനേഷൻ നമ്മൾ ഇത്ര പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. ഇത്രയും ദിവസം നമ്മളിപ്പോ 2 ദിവസമായി ഈ ഒരു ചാപ്റ്റർ പറയണം. അതെ, അത് അനുഭവം ബന്ധപ്പെട്ട അല്ലെങ്കിൽ അനുബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫെക്ഷൻസ് അതെങ്ങനെയായിരിക്കും ക്രോസ് കണ്ടാമിനേഷൻ വരുന്നത്? അല്ലെങ്കിൽ മലിനീകരണം എന്നുള്ള മീനിങ് ആണ്. കണ്ടാമിനേഷൻ എന്നുള്ള വേർഡിന്റെ മീനിങ് മലിനീകരണം എന്നാണ് കേട്ടോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ക്രോസ് കണ്ടാമിനേഷൻ വരുന്നത് എങ്ങനെയാണ്? അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും പകരും, അല്ലെ? അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വന്നു, പേഷ്യന്റ് ആയിക്കോട്ടെ അവിടുത്തെ സ്റ്റാഫുകൾ ആയിക്കോട്ടെ, അവരെങ്ങനെയാണ് ഈ ഒരു നല്ല ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ലോണ്ടറി എന്ന് പറയുന്ന ആ ഒരു സേവനം നല്ല രീതിയിലല്ല അത് മെറ്റീരിയൽസ് പ്രോസസ് ചെയ്യുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നു? അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറ്റ് ഇൻഫെക്ഷൻസ് പകരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, അല്ലെ? അതാണ് ക്രോസ് കണ്ടാമിനേഷൻ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പകരുന്ന അല്ലെങ്കിൽ എന്താണ് ഒന്നിൽ നിന്ന് മറ്റൊരാളിലേക്കൊക്കെ എന്ത് ചെയ്യുന്നു? അവരെ അറിയാതെ തന്നെയായിരിക്കും ഇങ്ങനെയുള്ള കണ്ടാമിനേഷൻസ് അല്ലെങ്കിൽ അവർക്ക് ഇൻഫെക്ഷൻസ് ഒക്കെ പകരുന്നത്. അപ്പൊ അങ്ങനെയുള്ള അതിന്റെ ഒരു ഡേഞ്ചർ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു അപകടം കുറയ്ക്കാനായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള നല്ല എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് എന്നുണ്ടെങ്കിൽ സാധിക്കും.
ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയോ? ഇറ്റ് ഈസ് നെസസറി ടു ഹാവ് ക്ലീൻ ആൻഡ് ഹൈജീനിക് ലോണ്ടറി അല്ലെ. അതുകൊണ്ട് തന്നെ എപ്പോഴും ഹോസ്പിറ്റലില് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? വളരെ ക്ലീൻ ആയിരിക്കണം, വൃത്തിയുള്ളതായിരിക്കണം, അതുപോലെ ഹൈജീനിക് ആയിരിക്കണം. എങ്ങനെയാ? ശുചിത്വം പാലിച്ചുകൊണ്ടുള്ളതായിരിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്, നിർബന്ധവുമാണ്. ആൻഡ് വിച്ച് വുഡ് മേക്ക് ഷുവർ സേഫ് എൻവയോൺമെന്റ് ഫോർ പേഷ്യൻസ് ആൻഡ് പ്രിവെന്റ് സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻസ്. അതുവഴി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പേഷ്യൻസിന് ഒരു സേഫ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എന്താണ്? ഇൻഫെക്ഷൻസിനെ സ്പ്രെഡ് ചെയ്യുന്നത്, അത് പകരുന്നതിനെ തടയാനായിട്ട് നമുക്ക് സാധിക്കും. ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രിവെന്റിംഗ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ. ഇനി എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന പോയിന്റ്സ് ഒക്കെ എടുത്ത് എഴുതിയിരിക്കുന്നത് മാത്രം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് നോക്കി, പ്രിവെന്റിംഗ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ അല്ലെ. ഇൻഫെക്ഷൻസിനെ പകരുന്നത് തടയുന്നു അല്ലെ. നമ്മുടെ ആ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ അണുബാധ പകരുന്നത് തടയും. നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോണ്ടറി സർവീസ് നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഹൈജീനിക് ആയിട്ടുള്ള ഒരു സർവീസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ഇൻഫെക്ഷൻ എന്താണ് പകരുന്നത് തടയാൻ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ നമുക്ക് തടയാനായിട്ട് സാധിക്കും. രണ്ടാമത് നോക്കി, പേഷ്യൻസ് കംഫർട്ട് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ അല്ലെ. അപ്പൊ അങ്ങനെയുള്ളത് കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതുപോലെ പേഷ്യൻസിന് നല്ല രീതിയിലുള്ള മെറ്റീരിയൽസ് എലിമെന്റ്സ് ആണ് നമ്മളവിടെ കൊടുക്കുന്നത് എങ്കിൽ ആ പേഷ്യൻസിന്റെ കംഫർട്ടും അവരുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സംതൃപ്തിയും നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റൂലേ. നല്ല രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷൻ ആൻഡ് കംഫർട്ട് പേഷ്യൻസിന് ലഭിക്കും. അങ്ങനെ രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ നോക്കി, എസ്തെറ്റിക് വാല്യൂ. എന്താണ് എസ്തെറ്റിക് എന്നുള്ള മീനിങ്? കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? എസ്തെറ്റിക് കേട്ടിട്ടുണ്ടോ? എസ്തെറ്റിക് വാല്യൂ എവിടെയും കേട്ടിട്ടില്ല? എസ്തെറ്റിക് വാല്യൂ എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ എസ്തെറ്റിക് എന്നുള്ള വേർഡിങ് കേട്ടിട്ടുണ്ടോ? അതായത് സൗന്ദര്യാത്മകമായിട്ടുള്ള മൂല്യം. അതെ, ഭംഗിയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എസ്തെറ്റിക് വാല്യൂ ഈ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എന്തായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കി. എന്താണ് എസ്തെറ്റിക് വാല്യൂ? ഇവിടത്തെ എസ്തെറ്റിക് വാല്യൂ എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? അതിന് മലയാളം കറക്റ്റ് ആയിട്ടുള്ള മീനിങ് സൗന്ദര്യാത്മകമായിട്ടുള്ള മൂല്യം, സൗന്ദര്യാത്മകമായിട്ടുള്ള ഒരു മൂല്യം എന്നുള്ളതാണ് കേട്ടോ. എന്തുകൊണ്ടായിരിക്കും ഇവിടെ എസ്തെറ്റിക് വാല്യൂ വരുന്നത്? റൂംസ് ആൻഡ് വാർഡ്സിൽ അല്ലെങ്കിൽ പേഷ്യൻസിനെ വെച്ച് നോക്കി അവരുടെ ആ ഒരു അതുപോലെ മറ്റ് അതെ ലുക്ക് ബെറ്റർ അല്ലെ. എന്താണ് ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്ന ആ സർവീസ്, ആ ഒരു സേവനം എന്താണ്? അവിടെ നല്ല ക്ലീൻ ആയിട്ടുള്ള ലിനനുകൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരെങ്ങനെയാണ് നല്ല വൃത്തിയുള്ളത് അല്ലെങ്കിൽ സൗന്ദര്യവൽക്കരിച്ച രീതിയിൽ, അതായത് നമുക്ക് കാഴ്ചയിൽ തന്നെ കുറച്ച് നല്ല ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഇംപ്രഷൻ തോന്നുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ആണ് ഇവർ പ്രൊവൈഡ് അല്ലെങ്കിൽ ഐറ്റംസ് ആണ് ഇവർ പ്രോസസ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അതും ആ ഒരു ഹോസ്പിറ്റലിനെ എന്താ ചെയ്യാണ്? അവരുടെ ആ ഒരു ഇമേജ് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ആ പേഷ്യൻസിന് വരുന്ന ഒരു ഇമേജ് കൂടാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അടുത്തത് നോക്കിയേ, പോസിറ്റീവ് പബ്ലിക് ഇമേജ് അല്ലെ. നമ്മുടെ പൊതുവായിട്ടുള്ള ഒരു ഇമേജുകള് പോസിറ്റീവ് ആക്കാനായിട്ട് അല്ലെ, നല്ല പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു ഇമേജ് അല്ലെങ്കിൽ ചിത്രം ആളുകൾക്ക് അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ജനങ്ങൾക്ക് പോസിറ്റീവ് ആക്കാനായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സഹായിക്കും. അപ്പൊ എന്തൊക്കെയായിരുന്നു ഹോസ്പിറ്റലിലെ ലോണ്ടറി സർവീസസിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്? എപ്പോഴും എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് ആയിട്ടുള്ള ലോണ്ടറി സർവീസ് ആ ഹോസ്പിറ്റലിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് അല്ലെ, നല്ല എക്സ്പീരിയൻസ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട നല്ല അനുഭവങ്ങൾ കൂട്ടാനായിട്ട് സാധിക്കും. അതുപോലെ ക്രോസ് കണ്ടാമിനേഷൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പകരുന്നതായിട്ടുള്ള രോഗങ്ങൾ അല്ലെ, അവർക്ക് ആ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം കിട്ടുന്ന രോഗങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻഫെക്ഷൻസ് ഒക്കെ അതുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ കുറയ്ക്കാനായിട്ട് സാധിക്കും. രണ്ടാമത് പറഞ്ഞ എപ്പോഴും ഇങ്ങനെയുള്ള ലോണ്ടറി ആൻഡ് ലിനൻ സർവീസുകൾ അവിടെ ക്ലീൻ ആയിരിക്കണം. അതുപോലെ അവരുടെ സേവനം എന്ന് പറയുന്നത് വളരെ ഹൈജീനിക് ആയിരിക്കണം, ശുചിത്വം പാലിച്ചുകൊണ്ടായിരിക്കണം അവിടെയുള്ള എല്ലാ പ്രോസസ്സും ചെയ്യാനായിട്ട്. അതുവഴി നമുക്ക് ആ പേഷ്യൻസിന്റെ ഒരു സേഫ് ആയിട്ടുള്ള എൻവയോൺമെന്റ്, ഹോസ്പിറ്റലിൽ ഒരു സേഫ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ഉറപ്പുവരുത്താൻ പറ്റും. അതോടൊപ്പം തന്നെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പകരുന്നതിനെ തടയാനായിട്ടും സാധിക്കും. ഇനി പ്രധാനമായിട്ടും വരുന്ന ഹെൽപ്പ് ചെയ്യുന്ന 4 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ ഫസ്റ്റ് പോയിന്റ് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, ഇൻഫെക്ഷൻസിനെ അല്ലെങ്കിൽ അണുബാധകളെ അല്ലെ അതിനെ തടയാനാണെങ്കിൽ അതിന്റെ ആ ഒരു
പകരുന്നതിനെ തടയാനായിട്ട് അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത് പറഞ്ഞ എന്താ, പേഷ്യൻസ് കംഫർട്ട് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. ഓരോ പേഷ്യൻസിനെയും അവരുടെ ആ ഒരു കംഫർട്ടും സാറ്റിസ്ഫാക്ഷനും സംതൃപ്തിയും ഒക്കെ നിലനിർത്താനായിട്ട് സാധിക്കും. മൂന്നാമത് പറഞ്ഞ എന്താ, എസ്തെറ്റിക് വാല്യൂ. എസ്തെറ്റിക് വാല്യൂ എന്ന് പറഞ്ഞാൽ സൗന്ദര്യാത്മകമായിട്ടുള്ള ഒരു മൂല്യം. അതായത് അവിടുത്തെ ആ അവർ കൊടുക്കുന്ന ആ ഒരു സർവീസ് നല്ല രീതിയിലുള്ള ക്ലീൻ ആയിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ ലിനനുകൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് അവരുടെ ആ പേഷ്യൻസിലായിക്കോട്ടെ അവിടുത്തെ ആ സ്റ്റാഫുകളിലായിക്കോട്ടെ ഒരു വളരെ നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു ഇമേജ് ആ ഹോസ്പിറ്റലിനെ പറ്റി കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ എന്താണ്, പബ്ലിക് ആയിട്ടുള്ള ഒരു ഇമേജ്, ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു ചിത്രം പോസിറ്റീവായിട്ട് മാറാനായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഈ ഒരു ലോണ്ടറി സർവീസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നടക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. ഇത്രയും ക്ലിയർ ആയോ? വേഗം വായിച്ചു നോക്കിയേ. ഇത്രയും എടുത്തത് ക്ലിയർ ആയോ? ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അല്ലേ? അശ്വതി ടീച്ചർ അല്ലേ? നെക്സ്റ്റ് നിങ്ങൾക്ക് അശ്വതി ടീച്ചർ അല്ലേ? ഇംഗ്ലീഷ് അല്ലേ എടുക്കുന്നത്? ടീച്ചർ ലീവാണ്. അപ്പൊ നെക്സ്റ്റ് ഒരു ഹാഫ് ആൻ അവർ കൂടി ഞാൻ തന്നെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഒരു 5 മിനിറ്റ്സ് നിങ്ങൾ ബ്രേക്ക് എടുത്തോ കേട്ടോ. ലീവ് ചെയ്ത് പോവണ്ട, 5 മിനിറ്റ്സ് ഒരു ബ്രേക്ക് എടുത്തോ. ഇപ്പോ 11:32 ആയി. ഒരു 11:36 7 ഒക്കെ ആകുമ്പോൾ നമുക്ക് അടുത്തത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അത് ലീവ് ചെയ്ത് പോവണ്ട. ഒരു 5 മിനിറ്റ്സ് ഒന്ന് വെള്ളം കുടിച്ചൊന്ന് ഉഷാറായിട്ട് വന്നു. ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് വരാം.
ക്ലാസ്സിന്റെ ടീച്ചർ ബ്രേക്ക് തന്നൊക്കെ. അതെ, ഇംഗ്ലീഷ് എടുക്കണ മിസ് ഇന്ന് ലീവാണ്. അപ്പൊ ടീച്ചർ ഇനി 1/2 മണിക്കൂർ കൂടി എടുക്കും. അപ്പൊ നമുക്ക് 5 മിനിറ്റ് ബ്രേക്ക് തന്നൊക്കെ ഇപ്പൊ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളപ്പോ ഇമ്പോർട്ടൻസ് ഓഫ് ലോണ്ടറി സർവീസ് ഇൻ ഹോസ്പിറ്റൽ വരെയല്ലേ പറഞ്ഞേ. അപ്പൊ നെക്സ്റ്റ് നോക്കി, പ്ലാനിങ് ഫോർ ഹോസ്പിറ്റൽ ലിനൻ ആൻഡ് ലോണ്ടറി സർവീസസ് റിലേറ്റ്സ് ഓൺ. ഇനി ഒരു ലോണ്ടറി സർവീസ്, ഒരു ഹോസ്പിറ്റലിൽ ലിനൻ ആൻഡ് ലോണ്ടറി സർവീസ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് കുറച്ച് പ്ലാനിങ്ങുകൾ, ആ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരെ ഹോസ്പിറ്റലുകാർ കുറച്ച് പ്ലാനിങ്ങുകൾ നടത്തിയിട്ടാണ് ഈ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസുകൾ അവിടെ കൊണ്ടുവരുന്നത്. എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലിൽ ശ്രദ്ധിക്കേണ്ട കാര്യം? സൈസ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ സൈസ് അനുസരിച്ച്. അതുപോലെ ഹോസ്പിറ്റലിന്റെ കൈൻഡ്, അതായത് ഹോസ്പിറ്റലിന്റെ തരം എങ്ങനെയാണ് എന്നുള്ളതനുസരിച്ച്. ആൻഡ് അവൈലബിലിറ്റി ഓഫ് ലിനൻ ആൻഡ് ലോണ്ടറി സർവീസസ് ഇൻ അഡ്ജോയിനിങ് ഏരിയാസ്, അതായത് സമീപ പ്രദേശങ്ങൾ, ആ സമീപ പ്രദേശങ്ങളിലുള്ള ലിനൻ ആൻഡ് ലോണ്ടറി സർവീസസിന്റെ അവൈലബിലിറ്റി എത്രത്തോളം അത് ലഭ്യമാണ്, ആ സമീപ പ്രദേശങ്ങളിൽ ഇങ്ങനെയുള്ള സർവീസ് അവൈലബിൾ ആണോ, എത്രത്തോളം ലഭ്യമാണ് എന്നുള്ള കാര്യങ്ങളും കൂടി കൺസിഡർ ചെയ്യും. അതുപോലെ അവിടുത്തെ വെതർ കണ്ടീഷൻസ്, കാലാവസ്ഥ വ്യത്യാസങ്ങൾ, കാലാവസ്ഥകൾ, അതുപോലെ ടൈപ്പ് ഓഫ് ക്ലിൻഡിലേൻ എന്ന് പറയുന്നത്, ക്ലൈൻഡിലേൻ എന്ന് പറയുന്നത് ക്ലൈൻഡുകള്, അതായത് ഉപഭോക്താക്കളുടെ തരം, അതാണ് അവിടെ ചോദിക്കുന്നത്. അപ്പൊ അതിനെ എഴുതി വെച്ചേക്കാം, അതെന്താണെന്ന് നിങ്ങൾക്ക് പിന്നീട് നോക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാകുന്നതാണ്. ഉപഭോക്താക്കളുടെ തരം കേട്ടോ. ടൈപ്പ് ഓഫ് ക്ലൈൻഡിലേൻ എന്ന് പറയുന്നത് ഉപഭോക്താക്കളുടെ തരമാണ് കേട്ടോ. അങ്ങനെയെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട്, ഇവയെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു പ്ലാനിങ് നടത്തിയിട്ടാണ് ഹോസ്പിറ്റൽ ലിനൻ ആൻഡ് ലോണ്ടറി സർവീസസ് വയ്ക്കുന്നത്. അപ്പൊ അവിടെ നോക്കി എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? സൈസ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിലെ ഒരു സൈസ് അല്ലെങ്കിൽ അവിടുത്തെ വലിപ്പം, ഹോസ്പിറ്റലിലെ വലിപ്പം നോക്കും. അതുപോലെ ഹോസ്പിറ്റൽ ഏത് തരമാണെന്ന് നോക്കും. ഞാൻ അവിടെ അഡ്ജോയിനിങ് ഏരിയാസ് അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിൽ എന്തെങ്കിലും ലോണ്ടറി ആൻഡ് ലിനൻ സർവീസുകൾ അവൈലബിൾ ആണോ അല്ലെങ്കിൽ അതിന്റെ ലഭ്യത ഉണ്ടോ എന്നുള്ളത് നോക്കും. അതുപോലെ വെതർ കണ്ടീഷൻസ്, അവിടുത്തെ കാലാവസ്ഥകൾ നോക്കും. ഇനി ടൈപ്പ് ഓഫ് ക്ലിനിക്കൽ എന്ന് പറഞ്ഞാൽ ഉപഭോക്താക്കളുടെ തരം. ഇത്രയും കാര്യങ്ങള് എന്ത് ചെയ്യും, കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഒരു ഹോസ്പിറ്റൽ ലിനൻ ആൻഡ് ലോണ്ടറി സർവീസസ് പ്ലാനിങ് ചെയ്യുന്നത്. ഇനി നോക്കി, മെക്കനൈസ്ഡ് ലോണ്ടറി സർവീസ് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ആസ് ദ ബെസ്റ്റ് മെത്തേഡ് ഫോർ വാഷിംഗ് ഓഫ് ലിനൻ. അല്ലെ, ലിനനുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇവിടെ മെക്കനൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് മെക്കനൈസ്ഡ്? മെക്കനൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞാൽ ക്ലാസ് അല്ലെങ്കിൽ കുറെ ഭയങ്കര ബോറായിരിക്കും. എന്താണ് മെക്കനൈസ്ഡ് എന്ന് പറഞ്ഞാല്? ഒന്ന് പറഞ്ഞു നോക്കിയേ. മെഷീൻ ആണ് അല്ലെ? യെസ്, വെരി ഗുഡ്, മെഷീൻ ആണ്. അതായത് നമ്മൾ പറഞ്ഞു ഓൾറെഡി ഇവിടെ വാഷിംഗ് മെഷീൻ, വാഷ് ചെയ്യാനും അതുപോലെ എന്താണ് ഡ്രൈ ചെയ്യാനും അതുപോലെ അയൺ ചെയ്യാനും ഒക്കെ ഒത്തിരി മെഷീൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് തന്നെയാണ് മെക്കനൈസ്ഡ് ലോണ്ടറി സർവീസ് എന്ന് പറയുന്നത്. അതായത് യന്ത്രവൽകൃത അലക്കു സേവനം കേട്ടോ. മലയാളം വേണ്ടവരാണെങ്കിൽ ഒന്ന് എഴുതി വെച്ചേക്കാം. യന്ത്രവൽകൃത, അതായത് മെഷീൻസ് യൂസ് ചെയ്തുകൊണ്ടുള്ള സേവനങ്ങളാണ്, അലക്കു സേവനങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. ഹസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ്, അത് സ്ഥാപിച്ചു. as the best method for washing of linen, അല്ലെ? തുണിത്തരങ്ങള് വാഷ് ചെയ്യാനായിട്ട്, ഇങ്ങനെയുള്ള വസ്ത്രങ്ങളെ വാഷ് ചെയ്യാനാണെങ്കിൽ അലക്കാനായിട്ട് അല്ലെങ്കിൽ കഴുകാനായിട്ട് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ആയിട്ട് സ്ഥാപിച്ചിരിക്കുന്നത് എന്താണ്? മെഷീനൈസ്ഡ് അല്ലെങ്കിൽ മെക്കനൈസ്ഡ് ആയിട്ടുള്ള മെഷീൻസ് അല്ലെങ്കിൽ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സേവനങ്ങളാണ്. എന്തുകൊണ്ടാണ് നോക്കി, ഇറ്റ് ഇസ് നോട്ട് ഓൺലി കൺവീനിയന്റ്, അല്ലെ? അതെന്താണ്? നമുക്ക് സൗകര്യപ്രദം അല്ലെങ്കിൽ സൗകര്യപ്രദം മാത്രമല്ല, ബട്ട് എന്താണ്? വളരെ സേഫ് ആണ്, സുരക്ഷിതത്വം ഉണ്ടാവും. അതുപോലെ ഡിപ്പെൻഡബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഡിപ്പെൻഡബിൾ, വിശ്വസനീയമായിരിക്കും. ആൻഡ് ചീപ്പർ ആണ്. ഇതാണ് വെൻ കമ്പയർഡ്
വിത്ത് അതർ മെത്തേഡ്സ്. മറ്റ് മെത്തേഡുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പല രീതിയിൽ തുണികളെ എന്ത് ചെയ്യാം, പ്രോസസ് ചെയ്തെടുക്കാം അല്ലെ. എന്നാൽ മറ്റ് മെത്തേഡുകളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടി സേഫ് ആണ്, അതുപോലെ സൗകര്യപ്രദമാണ്, അതുപോലെ വിശ്വസനീയമാണ്, അതോടൊപ്പം തന്നെ ചീപ്പറുമാണ്. എങ്ങനെയുള്ളത്? ഈ മെഷീൻസ് യൂസ് ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ യന്ത്രവൽകൃതമായിട്ടുള്ള ഈ സേവനങ്ങൾ അല്ലെ. നമുക്കറിഞ്ഞൂടെ, നമ്മുടെ വീടുകളിലാണെങ്കിലും നമ്മുടെ കൈകൊണ്ട് അലക്കി അല്ലെങ്കിൽ എന്താ കല്ലുമായിട്ടൊക്കെ ചെയ്യുന്നതും നമ്മൾ ആ ഒരു മെഷീൻസ് യൂസ് ചെയ്യുന്നത് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട് നമ്മൾ രണ്ടും ചെയ്യുമ്പോ? ഒന്ന് പറഞ്ഞു നോക്കി നിങ്ങള്, എന്തൊക്കെ വ്യത്യാസമായിരിക്കും? ഒരു വ്യത്യാസം തോന്നുന്നില്ലേ നിങ്ങൾക്ക്? നമ്മുടെ വാഷിംഗ് മെഷീൻസ്, ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ വാഷിംഗ് മെഷീൻസ് ഇല്ലാത്ത വീടുകൾ വളരെ കുറവാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മെഷീൻസ് യൂസ് ചെയ്യും. അതെ, ടൈം സ്പെൻഡ് കുറവ് മതി. അതുപോലെ എന്താണ്, നമ്മുടെ ആ ഒരു എഫേർട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആ ഒരു എനർജി കുറവ് മതി. ശരിയാണ്. പിന്നെ എന്താ, വളരെ കുറച്ചും കൂടി ഈസി ആയി അല്ലെ. ശരിയാണ്, കുറച്ചും കൂടി ഈസി ആയി. അതുപോലെ എന്താണ് വേറെ എന്തൊക്കെയുണ്ട് പ്രത്യേകത? വേറെ ഒന്നുമില്ല. ട്രൈ ചെയ്യാനായിട്ട് എളുപ്പമുണ്ട് അല്ലെ. മറ്റേതാണെങ്കിലോ നമ്മുടെ അലക്കി പിഴിഞ്ഞ് ഒക്കെ വരുമ്പോൾ ഒത്തിരി സമയം പോവും, ഒത്തിരി നമുക്ക് തന്നെ കുറെ അധികം എഫേർട്ടുകൾ എടുക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ കുറച്ചും കൂടി സേഫ്റ്റി അല്ലെ, നമുക്ക് കുറച്ചും കൂടി സുരക്ഷിതമാവാനായിട്ട് ഇത് പറ്റും അല്ലെ. മെഷീൻസ് ആവുമ്പോൾ നമുക്ക് കുറെ സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. അതുപോലെ കുറച്ചും കൂടി നമുക്ക് സൗകര്യപ്രദമാണ് അല്ലെ, ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് വന്നപ്പോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറയുന്നത്. അവിടെ ഒരു മറ്റെന്തൊക്കെ മെത്തേഡുകളിലൂടെ ചെയ്യുന്നതിനെയും അപേക്ഷിച്ച് ഇവിടെ ഒരു മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഉള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് വഴി എന്ത് ചെയ്യാൻ പറ്റും? അവിടെ അതൊരു ബെസ്റ്റ് മെത്തേഡായിട്ട് അവർ അത് ചൂസ് ചെയ്യാനായിട്ടുള്ള കാരണവും ഇത് തന്നെയാണ്. എന്താണ്, വളരെ സേഫ് ആണ്, അതുപോലെ കുറച്ചും കൂടി കൺവിൻസിംഗ് ആണ്. നമ്മൾ കൺവിൻസിംഗ്, നമുക്ക് കുറച്ചും കൂടി സൗകര്യപ്രദമാണ് അവിടെയുള്ള ആളുകൾക്ക്. അങ്ങനെയുള്ള നമ്മൾ ഒന്നോ രണ്ടോ ക്ലോത്തുകളല്ല, ഒത്തിരി ഉണ്ടാവും അല്ലെ. അപ്പൊ അത് നമ്മുടെ കൈകൊണ്ട് അല്ലെങ്കിൽ അല്ലാത്ത മെഷീൻസ് മറ്റു പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഉപയോഗിച്ച് ചെയ്യാതെ പറഞ്ഞാൽ കുറച്ചധികം ടൈം കൺസ്യൂമിംഗ് ആണ്. ഒത്തിരി പെട്ടെന്ന് ഇത്രയും സാധനങ്ങൾ നമുക്ക് ഒരുമിച്ച് കൊടുക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചീപ്പറായിട്ട് കുറച്ചും കൂടി എന്താണ് പൈസ കുറവ് മതി. അതെന്താ, കുറെ അധികം ആളുകളുടെ സേവനം, ഇവിടെ കുറെ അധികം സ്റ്റാഫുകൾ നമ്മളിപ്പോ അലക്കാൻ കൈകൊണ്ടാണ് അലക്കണമെങ്കിൽ ഒന്നോ രണ്ടോ പേര് അലക്കിയാൽ മതിയോ? ഒത്തിരി പേര് വേണ്ടി വരും അതിന് വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ എന്താ, കുറച്ചും കൂടി ചീപ്പറാണ് അല്ലെ. വില കുറച്ചും കൂടി കുറവ്, അല്ലെങ്കിൽ അവിടെ മുതൽ മുടക്ക് കുറച്ചും കൂടി കുറവ് മതി. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഒരു ഹോസ്പിറ്റലിലെ ഒരു ലോണ്ടറി ആൻഡ് ലിനൻ ഡിപ്പാർട്ട്മെന്റ് പ്ലാൻ ചെയ്തത്. ഇത്രയും കിട്ടിയോ? ഇനി എന്താ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ചൂസിങ് ടു ഔട്ട്സോഴ്സ്. ഇനി ഇങ്ങനെയുള്ള സേവനങ്ങൾ ഇപ്പൊ നമ്മുടെ വീടുകളിലാണെന്നോ നിങ്ങൾ ചിന്തിച്ചു നോക്കണം കേട്ടോ. നമ്മുടെ വീടുകളിലാണെങ്കിൽ നമുക്ക് ചില മെറ്റീരിയൽസ് നമുക്ക് നല്ല എന്താണ് ഡ്രൈ വാഷ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും അല്ലെ, ഡ്രൈ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ എവിടെ കൊണ്ടുപോയി നമ്മുടെ വീട്ടിൽ തന്നെ അത് ചെയ്യും? വീട്ടിൽ തന്നെ ചെയ്യും? ഇല്ല, നമ്മൾ എവിടെ കൊണ്ടു കൊടുക്കും? അത് ചെയ്യേണ്ടതായിട്ടുള്ള ഡ്രൈ ക്ലീൻ ചെയ്യുന്ന പോലെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടു കൊടുക്കും അല്ലെ. ഇപ്പൊ ഒട്ടും സമയം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ വീടുകളിൽ അലക്കാനോ ഇതിനൊന്നും ഒട്ടും സമയമില്ല, നമ്മുടെ അവിടെ എല്ലാവരും ജോലിക്കാരും അല്ലെങ്കിൽ എല്ലാവരും ബിസി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് എന്ത് ചെയ്യുന്ന ഇങ്ങനെയുള്ള ലോണ്ടറി ഷോപ്പുകൾ പുറത്തുണ്ടാവില്ലേ. അപ്പൊ അവിടേക്കായിരിക്കും നമ്മൾ ഈ ഡ്രസ്സുകളൊക്കെ കൊണ്ടു കൊടുക്കുക അല്ലെ. ആണോ? സമയമില്ലാത്തവർ, ഒട്ടും സമയമില്ലാത്തവരൊക്കെ ആണെങ്കിൽ അങ്ങനെയല്ലേ ചെയ്യുക? അതെ. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഹോസ്പിറ്റലുകളിലും ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഔട്ട്സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള സോഴ്സ് ആണ്. അതായത് പുറമെ എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് നോക്കി? ഹാവിംഗ് എ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് ലേബർ അല്ലെ. ഒത്തിരി തൊഴിലാളികൾ, ലേബർ എന്ന് പറഞ്ഞാൽ ആരാണ്? തൊഴിലാളികൾ. ഒത്തിരി തൊഴിലാളികൾ വേണ്ടി വരും അല്ലെ. അവിടുത്തെ ആ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിലെ ഓരോ പ്രോസസ്സും ചെയ്യാൻ ഒത്തിരി തൊഴിലാളികൾ വേണ്ടി വരില്ലേ? അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ എന്താ? അഡ്വാൻസ്ഡ് മെഷീനറീസ് വേണം. വേണ്ടേ? ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനറീസ് വാഷ് ചെയ്യാനും ഡ്രൈ ചെയ്യാനും അയൺ ചെയ്യാനും ഒക്കെ ആയിട്ട് വേണ്ടി വരും. മറ്റ് മെറ്റീരിയൽസും അതുപോലെ തന്നെ എന്താണ്? കോസ്റ്റും കൂടുതലായിരിക്കും. എന്താണ്? ചിലവുകള്. കോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ചിലവുകളൊക്കെ ഈ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഒരു ഹോസ്പിറ്റലിൽ വെക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഇത്രയും കാര്യങ്ങൾക്കുള്ള ഫെസിലിറ്റീസ് അവിടെ ഉണ്ടായിരിക്കണം. വേണ്ട? ലേബർ അല്ലെങ്കിൽ തൊഴിലാളികൾ ഇതിന് വേണ്ടിയിട്ട് വേണം. അതുപോലെ ഒത്തിരി ചിലവുകൾ ഉണ്ടാവും, കുറേയധികം മെറ്റീരിയൽസ് വേണം, അതുപോലെ മെഷീൻസ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീൻസ് വേണം. ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലുകളിൽ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് പ്രോപ്പർ ആയിട്ട് നടക്കുള്ളൂ. എന്നാൽ മെഡിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടൊരു മിസ്റ്റേക്ക് ആണ് കേട്ടോ. ലിനൻസ് എന്നാണ് കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. മെഡിക്കൽ ലിനൻസ് എന്നാണ്.
മെഡിക്കൽ ലിനൻസ് ആർ ഓൾവേസ് എക്സ്പോസ്ഡ് ടു ഇൻഫെക്ഷൻ ആൻഡ് ഡേഞ്ചറസ് മെറ്റീരിയൽസ് അല്ലെ. മെഡിക്കൽ ലിനൻസ് എങ്ങനെയാണ് അവിടെ ഉപയോഗിക്കുന്ന എല്ലാ ലിനൻ മെറ്റീരിയലും എന്താണ് എപ്പോഴും ഇൻഫെക്ഷനുമായിട്ട് എക്സ്പോസ്ഡ് ആണ് അല്ലെ. അതെന്താണ് എക്സ്പോസ്ഡ് ആണ് ഇൻഫെക്ഷനുമായിട്ടും അതുപോലെ പലതരത്തിലുള്ള ഡേഞ്ചറസ് മെറ്റീരിയൽസും ഒക്കെ ആയിട്ട് എക്സ്പോസ്ഡ് ആണ്, അല്ലെങ്കിൽ എന്താണത് സമ്പർക്കത്തിൽ വരുന്നത് അല്ലെങ്കിൽ വിധേയമാണ് എന്താണ് ഇങ്ങനെയുള്ള മെഡിക്കൽ ലിനൻസുകൾ. ഇഫ് ആക്ച്വൽ പ്രൊസീജിയേഴ്സ് ആർ നോട്ട് ഫോളോഡ്, ഇനി ഇങ്ങനെയുള്ള ലിനനുകൾ ഇങ്ങനെ ഇൻഫെക്ഷനുമായിട്ടും മറ്റു ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളും മെറ്റീരിയൽസുമായിട്ടൊക്കെ എക്സ്പോസ്ഡ് ആവുന്ന ലിനൻസ് ശരിയായ രീതിയിൽ നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള പ്രൊസീജിയറിലൂടെ അല്ല ഫോളോ ചെയ്തു വരുന്നത് എന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് എ മേജർ എഫക്ട് ഓൺ ദ ക്വാളിറ്റി ഓഫ് സർവീസ് പ്രൊവൈഡഡ് അല്ലെ. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പിന്നെയും പറയുന്നത്. എന്താണ് അവിടുത്തെ ആ ഒരു ഹോസ്പിറ്റലിലെ അല്ലെങ്കിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ സേവനം എന്ത് ചെയ്യും, അതിന്റെ ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു ഗുണനിലവാരം എന്ത് ചെയ്യും, അതിനെ സാരമായിട്ട് ബാധിക്കും അല്ലെ. അപ്പോ when a professional medical laundry service of an external agency is to handle hospital linen with a high level of care as per the specialized needs, it is known as outsourcing. നമ്മൾ ഔട്ട്സോഴ്സിംഗ് എന്തുകൊണ്ടാണ് അഡ്മിനിസ്ട്രേഷൻസ് ചൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പഠിക്കുന്നത്. അതായത് ഔട്ട്സോഴ്സിംഗ് എന്താണെന്ന് നോക്കിയേ. When a professional medical laundry service, ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മെഡിക്കൽ ലോണ്ടറി സർവീസ് ആണ് of an external agency, ഹോസ്പിറ്റലിനുള്ളിലുള്ളതല്ല പുറത്തെ ഒരു ഏജൻസി, പുറത്തെ ഒരു സ്ഥാപനം, is to handle hospital linen. അവരെന്ത് ചെയ്യുന്നുണ്ട്, ആ പുറമേ ഉള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മെഡിക്കൽ ലോണ്ടറി സർവീസ് ആണ് ഈ ഔട്ട്സോഴ്സ് എന്ന് പറയുന്നത്. കിട്ടിയോ? ഔട്ട്സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലിലുള്ള ലോണ്ടറി ലിനൻ ഡിപ്പാർട്ട്മെന്റ് അല്ല, പുറമെ നമ്മളിപ്പോ ഡ്രൈ ക്ലീൻ ചെയ്യാനൊക്കെ പുറമെ ഒരാൾക്ക് കൊടുക്കില്ലേ, അതുപോലെ തന്നെ ഇവിടെ ഹോസ്പിറ്റലിലുള്ള ലിനനുകൾ മെറ്റീരിയൽ അല്ലെങ്കിൽ ക്ലോത്തുകൾ അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ള ക്ലോത്തുകളൊക്കെ എന്ത് ചെയ്യുന്നു, പുറമേ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഏജൻസിക്ക് കൊടുക്കുന്നു. അത് ആ എക്സ്റ്റേണൽ ഏജൻസി എങ്ങനെയുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ടീമുകളാണ്. ഈ ഒരു മെഡിക്കൽ ലോണ്ടറി സർവീസ് സേവനങ്ങൾ ചെയ്യാനായിട്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ഏജൻസിയാണ് ഈ ഔട്ട്സോഴ്സ് എന്ന് പറയുന്നത്. അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഏത് ഹോസ്പിറ്റലിനാണോ അങ്ങനെയുള്ള ലിനൻ മെറ്റീരിയൽസ് കൊടുക്കുന്നത് ആ ഹോസ്പിറ്റലിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ആവശ്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട് എങ്ങനെയായിരിക്കണം പ്രോപ്പർ ആയിട്ട് അത് ക്ലീൻ ചെയ്യണം എന്നൊക്കെ കുറെ നിർദ്ദേശങ്ങൾ അവർ കൊടുക്കുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യകതകളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഹൈ ലെവൽ ഓഫ് കെയർ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഉയർന്ന രീതിയിലുള്ള കെയർ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ ലിനൻസ് അവര് പ്രോസസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ഏജൻസിയാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഔട്ട്സോഴ്സിംഗ് എന്താന്ന് മനസ്സിലായോ? ഔട്ട്സോഴ്സിംഗ് എന്താന്ന് ക്ലിയർ ആയോ? ഓക്കെ. Then it depends on the practicability, size and economics of the hospital. ഇനി ഇതെന്തൊക്കെയാണ് ഇങ്ങനെ ഒരു ഔട്ട്സോഴ്സിങ്ങിന് കൊടുക്കണം, ഒരു ഹോസ്പിറ്റലില് അങ്ങനെ ഒരു ഔട്ട്സോഴ്സിങ്ങിന് കൊടുക്കാം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഒന്നല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ എക്കണോമിക്സ്, അതായത് അവരുടെ ആ ഒരു സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണെന്നുള്ളത് ഹോസ്പിറ്റലിനെ ബേസ് ചെയ്തുകൊണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ സൈസ് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ വലിപ്പത്തെ കൺസിഡർ ചെയ്തുകൊണ്ട്, അതുപോലെ പ്രാക്ടിക്കബിലിറ്റി, അതായത് അവിടുത്തെ എന്താണ് പ്രാക്ടിക്കബിലിറ്റി എന്ന് പറയുന്നത്, എന്താണ് അവിടുത്തെ ആ ഒരു എന്താണ് പ്രായോഗികത അല്ലെ. പ്രാക്ടിക്കബിലിറ്റി എന്ന് പറഞ്ഞാൽ അപ്പൊ അവിടുത്തെ പ്രായോഗികതയും അവിടുത്തെ ആ ഒരു ഹോസ്പിറ്റലിലെ വലിപ്പവും അതുപോലെ ആ ഹോസ്പിറ്റലിലെ എക്കണോമിക് കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു സാമ്പത്തിക സ്ഥിതിയും ഒക്കെ കൺസിഡർ ചെയ്ത് അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഹോസ്പിറ്റലുകൾ എന്ത് ചെയ്യുന്നത്, ആ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് വേണോ അല്ലെങ്കിൽ അത് പുറത്തു കൊടുത്ത് ഇങ്ങനെ ചെയ്യിപ്പിക്കണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. While selecting a laundry service, administrators have to consider the following factors. ഇനി ഇത്രയും ക്ലിയർ ആയോ എന്താണ് ഔട്ട്സോഴ്സ് എന്ന് പറയുന്നത്? അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇനി ഔട്ട്സോഴ്സ് അല്ലെങ്കിൽ പുറമേ ഉള്ള ഒരു ഏജൻസി ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റുമായി അല്ലെങ്കിൽ ലോണ്ടറി സേവനവുമായി ബന്ധപ്പെട്ട് പുറമേ ഉള്ള ഒരു ഏജൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ സെലക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് പറയുന്നത്. കാരണം എന്താ, ഒരു ഹോസ്പിറ്റലില് അവിടെ എന്താണ് ആ ഹോസ്പിറ്റലിന്റെ സാമ്പത്തിക സ്ഥിതി നോക്കണം, അതുപോലെ അവിടുത്തെ ആ ഒരു ഹോസ്പിറ്റലിന്റെ സൈസും അതവിടുത്തെ ആ ഒരു പ്രായോഗികതയും ഒക്കെ നോക്കിയിട്ടാണ് ഇതിങ്ങനെ എന്ത് ചെയ്യുന്നത്, ഔട്ട്സോഴ്സ് അല്ലെങ്കിൽ പുറമേ ഉള്ള ഒരു ഏജൻസിക്ക് ഇത് കൊടുക്കുന്നത്. കാരണം എന്താ, ഒരു ഹോസ്പിറ്റലില് ആ ഹോസ്പിറ്റലിൽ തന്നെ ഒരു ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കണം, അവിടെ ഒത്തിരി തൊഴിലാളികൾ ആവശ്യമാണ്, അതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനറീസ് ആവശ്യമാണ്, മെറ്റീരിയൽസ് വേണം, അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസും അതുപോലെ ചെലവുകളും കൂടുതലാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ആ ഹോസ്പിറ്റലില് അങ്ങനെയുള്ള
കാര്യങ്ങൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അവർ എന്ത് ചെയ്യും? ഒരു ഔട്ട്സോഴ്സ് അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഏജൻസിയെ സമീപിക്കുകയും ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിലുള്ള എല്ലാ മെറ്റീരിയൽസും എന്ത് ചെയ്യുന്നു? ലിനൻ മെറ്റീരിയൽസ് അവർക്ക് ക്ലീൻ ചെയ്യാനായിട്ട് കൊടുക്കും. അപ്പൊ അവരെങ്ങനെയാണ് ഒരു ഹൈ ലെവൽ ഓഫ് കെയർ ഒക്കെ കൊടുത്തുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നു? ഹോസ്പിറ്റലിന്റെ ആ ആവശ്യകതകളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും അവിടെ പ്രൊഫഷണൽ ആയിട്ട് അവർ ഈ ഒരു പ്രൊസീജിയർ ചെയ്ത് ഹോസ്പിറ്റലുകാർക്ക് നൽകുന്നു. ഇത്രയും ക്ലിയർ ആയോ? നെക്സ്റ്റ് നോക്കി, ഇനി ഇങ്ങനെ ഒരു ലോണ്ടറി സർവീസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ, കൺസിഡർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഈ ലോണ്ടറി സർവീസ് ഏത് വേണമെന്ന് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് സെലക്ട് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് സർവീസ് ക്വാളിറ്റി, അതായത് സേവന നിലവാരം എന്ന് പറയുന്നത്. സർവീസ് ക്വാളിറ്റി, ആ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിൽ ലോണ്ടറി സർവീസ് ചെയ്യുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ സേവന നിലവാരം, അവിടുത്തെ ആ സർവീസ് എങ്ങനെയാണ്, അതിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഒന്നാമത് കൺസിഡർ ചെയ്യും. രണ്ടാമത് നോക്കിയ റെപ്യൂട്ടേഷൻ ഓഫ് ദ സർവീസ്, എന്താണ് സേവനത്തിന്റെ പ്രശസ്തി, എത്രത്തോളം പ്രശസ്തമാണ് ആ ഒരു സേവനം എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. റെപ്യൂട്ടേഷൻ ഓഫ് ദ സർവീസ്, സേവനത്തിന്റെ പ്രശസ്തി. മൂന്നാമത്തതായിട്ട് പ്രൈസിംഗ് എക്യുപ്മെന്റ് യൂസ്ഡ്, ഉപയോഗിച്ച വില നിർണയ ഉപകരണങ്ങൾ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന എക്യുപ്മെന്റ്സിന്റെ പ്രൈസിങ്ങുകൾ അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ഉപയോഗിച്ചിരിക്കുന്ന ഉപകരണങ്ങളുടെ വില നിർണയം അല്ലെങ്കിൽ വില എത്രയാണ് അവിടെ അങ്ങനെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള 3 ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തുകൊണ്ടാണ് അഡ്മിനിസ്ട്രേഷൻസ് ലോണ്ടറി സർവീസ് സെലക്ട് ചെയ്യുന്നത്. എന്തൊക്കെയായിരുന്നു? സർവീസിംഗ് ക്വാളിറ്റി, അവിടുത്തെ സേവന നിലവാരം എത്ര വേണ്ടത് നോക്കും. അതുപോലെ തന്നെ റെപ്യൂട്ടേഷൻ ഓഫ് ദ സർവീസ്, അവിടുത്തെ സേവനത്തിന്റെ പ്രശസ്തി എങ്ങനെയാണെന്ന് നോക്കും. അതുപോലെ പ്രൈസിംഗ് എക്യുപ്മെന്റ് യൂസ്ഡ്, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഉപകരണങ്ങളുടെ വില നിർണയം, അത് എത്രത്തോളം പ്രൈസിംഗിലുള്ള എക്യുപ്മെന്റ്സ് ആണ് ഉപയോഗിക്കുന്നത്, അത്രയും കൂടുതലായിട്ടുള്ള എന്താണ് കെയർ അല്ലെങ്കിൽ കെയർ കൊടുത്തുകൊണ്ടായിരിക്കുമല്ലോ അപ്പൊ അവർക്ക് കിട്ടുന്ന ആ ഒരു പ്രൊഡക്റ്റ് കിട്ടുക. അത് വേണ്ടിയിട്ടാണ് കേട്ടോ അഡ്മിനിസ്ട്രേഷൻ എപ്പോഴും എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടണം അല്ലെ? അവരിപ്പോ ഒരു ലിനൻ മെറ്റീരിയൽസ് മറ്റൊരു പുറത്തുള്ള ഒരു ഔട്ട്സോഴ്സിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അവർക്ക് കിട്ടുന്ന ആ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നല്ല ബെറ്റർ ആയിരിക്കണം. നല്ല ബെറ്റർ ആയിട്ട് ക്ലീൻ ആയിട്ടുള്ള ഇവര് പറയുന്ന എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്തുകൊണ്ട് കിട്ടുന്ന ക്ലീൻ ആയിട്ടുള്ള ലിനൻ മെറ്റീരിയൽസ് കിട്ടുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ അതിനനുസരിച്ച് കൊടുക്കുന്ന ആ ഒരു ഔട്ട്സോഴ്സ് എങ്ങനെയുള്ളതാണെന്ന് കൺസിഡർ ചെയ്യുന്നത് അവരുടെ ആ സേവനത്തിന്റെ ആ ഒരു നിലവാരം എങ്ങനെയാണ്, അതുപോലെ അവരുടെ പ്രശസ്തി എങ്ങനെയാണ്, അതുപോലെ അവിടെ അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സിന്റെ പ്രൈസിങ്ങുകൾ പോലെ അങ്ങനെ ഒരു പ്രൈസ് നല്ല എക്യുപ്മെന്റ്സ് ആവുമ്പോൾ അതിനനുസരിച്ച് പ്രൈസും ഉണ്ടാവും അല്ലെ? അപ്പൊ അതിനനുസരിച്ച് അതിന്റെ ക്വാളിറ്റിയും കൂടും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് എവിടെ ആർക്ക് ഈ ഒരു സേവനം അല്ലെങ്കിൽ ഈ ഒരു സർവീസ് സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ ഏത് ലോണ്ടറി സർവീസിന് ഇത് കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് ഔട്ട്സോഴ്സിംഗ് സർവീസസ്. ഇനി 2 രീതിയിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അല്ലെ? ഹോസ്പിറ്റലിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വെച്ച് ലോണ്ടറി ആൻഡ് ലിനൻ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് തന്നെ വെച്ച് നമുക്ക് ഈ ഒരു പ്രൊസീജിയർ മുന്നോട്ട് കൊണ്ടുപോകാം. അല്ലാന്നുണ്ടെങ്കിലോ ആ ഹോസ്പിറ്റലിൽ ചില എക്കണോമിക് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവർക്ക് താങ്ങാൻ പറ്റുന്നത് അല്ലാന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ഔട്ട്സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ 2 രീതിയിൽ ഇത് ചെയ്യാം. ഇനി ഇവിടെ ഔട്ട്സോഴ്സിംഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു സേവനം ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കും അഡ്വാൻറ്റേജ്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കും? നമ്മളിപ്പോ ഒരു പുറത്ത് നമ്മുടെ വീടുകളിൽ ഇങ്ങനെയുള്ള ചെയ്യാതെ നമ്മൾ പുറത്ത് ഇങ്ങനെയുള്ള അലക്ക് സേവനങ്ങൾ പുറത്ത് ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്തായിരിക്കും? നമ്മുടെ വീടുകളിലെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കി. എന്തൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു നോക്കിയേ. എന്താണ്? എന്തൊക്കെയായിരിക്കും? കോസ്റ്റ് കൂടുതലായിരിക്കും. ശരി, എന്താണ്? കോസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ എന്താണ്? വേറെ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു നോക്കിയേ നിങ്ങള്. അതായത് നമുക്ക് കിട്ടുന്ന കുറച്ച് പ്രയോജനങ്ങൾ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മള് വീടുകളിൽ ചെയ്യുന്നത് പുറത്തു കൊടുത്ത് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ പ്രയോജനങ്ങൾ കിട്ടുന്നുണ്ട്? സമയം ലാഭിക്കാം, ശരിയാണ്, ടൈം ലാഭിക്കാം. പിന്നെ എന്തൊക്കെ പറ്റും? പിന്നെ എന്താ പറ്റുക? വേറെ എന്തൊക്കെ കിട്ടും? എന്തൊക്കെ കിട്ടും? എന്താണ്?
എങ്ങനെയുള്ളതായിരിക്കും കിട്ടുക? നമുക്ക് നമ്മുടെ വീടുകളിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇത് ആണോ? എനർജി സേവ് ചെയ്യാൻ പറ്റും. ശരി, എനർജി ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി ക്ലീൻ ആയിട്ട് കിട്ടും അല്ലെ? വെരി ഗുഡ്. കുറച്ചും കൂടി ക്ലീൻ ആയിട്ട് ബെറ്റർ ക്വാളിറ്റിയിൽ കിട്ടും അല്ലെ? വളരെ സേഫ് ആയിട്ടുള്ള ഇത് കിട്ടും. അതുപോലെ നമ്മുടെ വീടുകളിൽ ചെയ്ത ചിലപ്പോൾ അത്രയും ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റിയിലൊന്നും കിട്ടണമെന്നില്ല. പക്ഷെ അവിടെ പുറത്ത് ചെയ്ത് കിട്ടുമ്പോൾ അവർ അതിനനുസരിച്ചുള്ള മെഷീൻസും കാര്യങ്ങളും ഉപയോഗിക്കുമ്പോൾ എന്താണ്, നമുക്ക് നല്ല ബെറ്റർ ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യാൻ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറെ അധികം കാര്യങ്ങൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട അഡ്വാൻറ്റേജ് ഉണ്ടാവുന്നുണ്ട് അല്ലെ? പ്രയോജനം ഉണ്ടാവുന്നുണ്ട്. അതുപോലെ കുറച്ച് ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട്. എന്തൊരു കാര്യത്തിനും രണ്ടും ഉണ്ടല്ലോ. അപ്പൊ അതില് അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇവിടെയും ഇതുപോലെ തന്നെ ഔട്ട്സോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുറമേ ഉള്ള ഒരു ഏജൻസിക്ക് ഇവര് ലോണ്ടറി ആ സേവനം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ അഡ്വാൻറ്റേജ് കിട്ടും നോക്കിയേ. മോസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻ എന്താണ്? കൂടുതൽ ചിലവ് കുറഞ്ഞത്, അല്ലെങ്കിൽ ചിലവ് എഫക്റ്റീവ് ആയിട്ട്, അല്ലെങ്കിൽ ചിലവ് കുറഞ്ഞ പരിഹാരമാണ് ഇവിടെ. കാരണം എന്താ, ഇവിടെ ഹോസ്പിറ്റലുകളിൽ കുറച്ച് ഡ്രസ്സുകൾ മാത്രമല്ല ചെയ്യുന്നത്. നമ്മുടെ വീടുകളിലാണെങ്കിൽ കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ ഒത്തിരി മെറ്റീരിയൽസ് വരുന്നില്ലേ? അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി അതിലേക്ക് ഒത്തിരി മെഷീൻസും കാര്യങ്ങളും ആഡ് ചെയ്തുകൊണ്ട്, അല്ലാന്നുണ്ടെങ്കിലോ ഒത്തിരി ആൾക്കാരെ ലേബറുകളെ വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ഒക്കെ എന്താ, കുറെ ലേബർ ചാർജ് അവർക്ക് നഷ്ടം കൊടുക്കേണ്ട വരുന്നുണ്ട്. അതുപോലെ ഒത്തിരി മെഷീൻസ് അതിന്റെ അനുസരിച്ച് ആ മെഷീൻ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അതുപോലെ ഓരോ മെഷീൻസ് ഇൻസ്റ്റാൾ ചെയ്ത് കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറെ അധികം പൈസകൾ അവർക്ക് മുടക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഹോസ്പിറ്റലിനെ വെച്ച് നോക്കുമ്പോ അത് കുറച്ചും കൂടി കോസ്റ്റ് എഫക്റ്റീവ് അല്ലേ? ആണോ? നമ്മുടെ വീടുകളിൽ വെച്ചല്ല, ഹോസ്പിറ്റലിനെ വെച്ച് നോക്കുമ്പോ ഒരു പുതിയൊരു ഡിപ്പാർട്ട്മെന്റ് പ്ലാൻ ചെയ്തുണ്ടാക്കുന്നതാണോ, അതോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് കുറച്ച് എന്താണ്, ഒത്തിരി വലിയ ഹോസ്പിറ്റലുകളാണെങ്കിൽ ഒന്നും ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് പുറത്ത് കൊടുത്ത് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. ആ ഹോസ്പിറ്റലിന്റെ ഒരു എക്കണോമിക് കണ്ടീഷൻസ് ഇപ്പൊ അവർക്ക് അപ്പോ ആ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റും കൂടി അഫോർഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഇപ്പൊ അവർക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യേണ്ടി വരും? ഇങ്ങനെ തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ കൊടുക്കുന്നത് വഴി അവർക്ക് ഉണ്ടാവുന്ന കുറെ ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ടാവുന്നുണ്ട്. അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പൊ എന്താ, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് തോന്നുന്നില്ലേ? തോന്നുന്നുണ്ടോ ഇല്ലയോ? ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് എന്താണ്, അവിടെയുള്ള മെഷീൻസിന്റെ കുറെ അധികം മെഷീൻസ്, അഡ്വാൻസ്ഡ് മെഷീൻസ് വേണം. അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുള്ള പ്രൈസ് കുറച്ച് മതി. അതുപോലെ അവിടെയുള്ള തൊഴിലാളികള് അല്ലെ, അവിടെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളും അത്രയും അധികം ആൾക്കാരെ വേണ്ട. അവർക്ക് കൊടുക്കുന്ന ലേബർ ചാർജ് അപ്പൊ അത്രയും വേണ്ട, ഒഴിവാക്കാം. അതുപോലെ അങ്ങനെയുള്ള പല ചിലവുകളും നമുക്ക് ഇതുവഴി ഒഴിവാക്കാൻ പറ്റും. അതാണ് ആദ്യത്തെ അഡ്വാൻറ്റേജ് കിട്ടുന്നത്. മോർ കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻ എന്താണ്, കൂടുതൽ ചിലവ് കുറവായിട്ടുള്ള ഒരു പരിഹാരമായിട്ട് നമുക്ക് ഇതൊരു സൊല്യൂഷൻ ആയിട്ട് കിട്ടും. രണ്ടാമത്തത് ഇൻക്രീസസ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് അവർ ഫെസിലിറ്റീസ് അല്ലെ? നമ്മള് പേഷ്യൻസിന് കൊടുക്കുന്ന ആ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ സൗകര്യങ്ങള് അതെങ്ങനെയുള്ളതായിട്ട് മാറും? ഇൻക്രീസ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി എന്താണ്, നമ്മുടെ കാര്യക്ഷമതയും അതുപോലെ തന്നെ ഉൽപാദനക്ഷമതയും, അവിടെ പ്രൊഡക്ടിവിറ്റി. നമ്മളിപ്പോ പുറത്തുനിന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, വളരെ ബെറ്റർ ആയിട്ടുള്ളത് നമുക്ക് പുറത്തുനിന്ന് ചെയ്യുമ്പോൾ കിട്ടുമെന്ന് പറഞ്ഞില്ലേ? അതുപോലെ തന്നെ ഒരു ബെറ്റർ ആയിട്ട്, കാരണം നമുക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ടീമുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഒരു ഹൈ കെയർ കൊടുത്ത് നല്ല രീതിയിലുള്ള കെയറുകളൊക്കെ കൊടുത്താണ് അവർ ഓരോ കാര്യങ്ങളും പ്രൊസീജിയേഴ്സും ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള ക്ലീൻ ആയിട്ടുള്ള ലിനനുകൾ ഇവർക്ക് തിരിച്ച് ഔട്ട്ഫിറ്റ് ആയിട്ട് കൊടുക്കുന്നത്, ഔട്ട്പുട്ട് ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ അത് ആ പേഷ്യൻസിന് കൊടുക്കുമ്പോൾ അവർക്ക് നമ്മുടെ ഹോസ്പിറ്റലുകാരാണല്ലോ അത് ഓരോ പേഷ്യൻസിനോടും എത്തിക്കുന്നത്. അപ്പൊ ആ പേഷ്യന്റിന് ഓരോ ഹോസ്പിറ്റലിലും കൊടുക്കുന്ന ആ ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ അത് കൊടുക്കുന്ന ആ ഒരു എന്താണ്, ആ ഒരു സൗകര്യം എന്ന് പറയുന്നത് കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിട്ട് പ്രൊഡക്റ്റീവ് ആയിട്ട് കൂട്ടാനായിട്ട് സഹായിക്കില്ലേ? ചെയ്യുമോ? പറയൂ, യെസ് ഓർ നോ? Then third point നോക്കിയേ, ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് കെയർ പ്രൊവൈഡഡ് അല്ലെ? നമ്മൾ അവർക്ക് കൊടുക്കുന്ന ആ ഒരു കെയർ അല്ലെ, അവർക്ക് കൊടുക്കുന്ന ആ ഒരു കെയർ ഇംപ്രൂവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു നൽകുന്ന പരിചരണത്തിന്റെ മെച്ചപ്പെട്ട ഗുണനിലവാരം മെച്ചപ്പെടുത്താനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു നല്ല ക്വാളിറ്റി ആ പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്ന ആ ഒരു കെയർ അല്ലെങ്കിൽ പരിചരണത്തിൽ ഒരു മെച്ചപ്പെട്ട അല്ലെങ്കിൽ ഒരു ഗുണനിലവാരം നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് ഇതുവഴി സാധിക്കും. അപ്പൊ 3 കാര്യങ്ങളാണ് ഔട്ട്സോഴ്സ് വഴി കൊടുക്കുന്നത് വഴി നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ്. ഒന്നാമത്തെ കാര്യം എന്താ പറഞ്ഞത്,
കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ലെ, മോർ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കിട്ടും. കാരണം എന്താ, അവിടെ നമ്മൾ ആ കൊടുക്കുന്ന ആ ഒരു ഗുണനിലവാരം, അതുണ്ടാവുന്ന ആ ഒരു ചെലവുകൾ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം പറയുന്നത് എന്താ, നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഫെസിലിറ്റി, ഹോസ്പിറ്റലുകാരുടെ പേഷ്യൻസിന് കൊടുക്കുന്ന ആ ഒരു ഫെസിലിറ്റി നല്ല എഫിഷ്യന്റ് ആൻഡ് പ്രൊഡക്റ്റീവ് ആയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എന്താ, അവിടെ പേഷ്യൻസിന് ഓരോരുത്തർക്കും കൊടുക്കുന്ന പരിചരണം അതെങ്ങനെയുള്ളതാവും, കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളതാവും. കാരണം എന്താ, അവിടെ നല്ല രീതിയിൽ ഔട്ട്സോഴ്സുകാർ എങ്ങനെയാണ്, അവർ നല്ല എന്താണ് പ്രൊഫഷണൽ ടീമുകളായതുകൊണ്ട് ഈ ഹോസ്പിറ്റൽ പറയുന്നതായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും മുൻനിർത്തിയായിരിക്കും അവരവിടെ എന്ത് ചെയ്യുന്നത്, ഇത് പ്രോസസ് ചെയ്തെടുക്കുന്നത്. അപ്പൊ യാതൊരു വിധത്തിലുള്ള ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ആ പേഷ്യൻസിന് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് വരുന്ന ഓരോ പേഷ്യൻസിനും നല്ല രീതിയിലുള്ള ഗുണമേന്മയുള്ള ഒരു പരിചരണം ഇതുവഴി കിട്ടാനായിട്ട് അത് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുന്നു. ഇങ്ങനെയുള്ള ഔട്ട്സോഴ്സുകൾ വഴി നമ്മൾ ഈ ഒരു ലിനൻ പ്രോസസ്സിംഗ് ചെയ്യുമ്പോൾ ഇത്രയും 3 അഡ്വാൻറ്റേജസും പറയുന്നു. ഇത്രയും ക്ലിയർ ആയോ? ഇനി ഏതെങ്കിലും പോയിന്റ്സ് റിപ്പീറ്റ് ചെയ്യണോ ഇപ്പൊ പറഞ്ഞതില്? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം, അടുത്തയിലോട്ട് പോവാം. അടുത്തൊരു 3-4 പോയിന്റ്സും കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കി, ക്ലാസിഫിക്കേഷൻ ഓഫ് ലിനൻ ഇൻ ഹോസ്പിറ്റൽസ്. ഇനി ഒരു ഹോസ്പിറ്റലില് ക്ലാസിഫിക്കേഷൻസ്. അപ്പൊ എന്താണ് ലിനൻ ഹോസ്പിറ്റലില്? ലിനൻസ് ഉണ്ടല്ലോ, പലതരത്തിലുള്ള തുണിത്തരങ്ങളുണ്ട് നമ്മൾ പറഞ്ഞല്ലോ. പല ഏരിയാസിൽ നിന്നും നമ്മൾ കളക്ട് ചെയ്യുന്ന പലതരത്തിലുള്ള തുണിത്തരങ്ങളുണ്ട്. ആ പലതരത്തിലുള്ള ലിനൻസിനെ സോർട്ട് ചെയ്യും, അല്ലെങ്കിൽ തരം തിരിക്കും എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതുപോലെ തന്നെ ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒരു 4 ഗ്രൂപ്പായിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ഹോസ്പിറ്റലിലുള്ള തുണിത്തരങ്ങൾ അല്ലെങ്കിൽ ലിനൻസിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാന്ന് നോക്കിയേ. ഫസ്റ്റ് വൺ എ ആണ്, ജനറൽ പർപ്പസ് ലിനൻ. ഫസ്റ്റ് ഏതാണ്? ജനറൽ പർപ്പസ് ലിനൻ. അതിൽ വരുന്നത് ഏതൊക്കെയാ? കർട്ടൻസ്, അതായത് ഹോസ്പിറ്റലിൽ ജനറൽ ആയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ജനറൽ ആയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. കർട്ടൻസ് എല്ലായിടത്തും ഉണ്ടാവില്ലേ. അതുപോലെ തന്നെ സ്ക്രീൻസ്, ടേബിൾ ക്ലോത്തുകൾ പോലെയുള്ളവ ആണ് ജനറൽ പർപ്പസ് ലിനനിൽ വരുന്നത്. ക്ലിയർ ആയോ? ജനറൽ പർപ്പസ് ലിനനിൽ ഏതൊക്കെയാ വരുന്നത്? കർട്ടൻസ് വരുന്നുണ്ട്, സ്ക്രീനുകൾ വരുന്നുണ്ട്, അതുപോലെ ടേബിൾ ക്ലോത്തുകൾ മുതലായവയാണ് ജനറൽ പർപ്പസ് ലിനനിൽ വരുന്നത്. ജനറൽ ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടാവേണ്ടതായിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എല്ലാ രീതിയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവുന്ന ജനറൽ ആയിട്ടുള്ള ലിനനുകൾ അല്ലെങ്കിൽ മെറ്റീരിയൽസ് ആണ് കർട്ടനുകൾ, സ്ക്രീനുകൾ, ടേബിൾ ക്ലോത്തുകളൊക്കെ. അതാണ് ജനറൽ പർപ്പസ് ലിനനിൽ വരുന്നത്. രണ്ടാമത് നോക്കിയേ, പേഷ്യന്റ് ലിനൻ. പേഷ്യന്റ് ലിനൻ ഏതായിരിക്കും? പേഷ്യന്റ് ക്ലോത്തിങ് ഇൻക്ലൂഡിംഗ് ഗൗൺസ്, കോട്ട്സ് എക്സെട്ര. പേഷ്യന്റ് ലിനൻ വരുമ്പോ പേഷ്യന്റിന്റെ പേര് കൊണ്ട് തന്നെ നമുക്ക് കിട്ടൂലേ. അതായത് പേഷ്യൻസ് യൂസ് ചെയ്യുന്നതായിട്ടുള്ള ക്ലോത്തുകളാണ്. എന്തൊക്കെയാണ്? ഗൗണുകൾ ധരിക്കാറുണ്ട്, ഓപ്പറേഷൻ ഒക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കയറുമ്പോൾ അവർക്ക് ഗൗൺസ് കൊടുക്കാറില്ലേ. അതുപോലെ കോട്ടുകളായിരിക്കും ചിലർക്ക് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഗൗൺസും കോട്ടുകളും പേഷ്യൻസ് ധരിക്കുന്നതാണ് കേട്ടോ. ഗൗൺസും കോട്ടുകൾ പോലെയുള്ളവയാണ് പേഷ്യന്റ് ലിനനിൽ വരുന്നത്. 2 എണ്ണം പറഞ്ഞു. ജനറൽ പർപ്പസ് ലിനനിൽ എന്തൊക്കെയാ വരുന്നത്? കർട്ടൻസ്, സ്ക്രീനുകൾ, ടേബിൾ ക്ലോത്തുകൾ. ഇനി പേഷ്യന്റ് ലിനൻ നോക്കിയേ. പേഷ്യന്റ് ലിനൻ വരുന്നത് ഏതൊക്കെയാ? പേഷ്യൻസ് ധരിക്കുന്നതായിട്ടുള്ള ക്ലോത്ത്, ഗൗണുകൾ, കോട്ടുകളൊക്കെയാണ് പേഷ്യന്റ് ലിനനിൽ വരുന്നത്. പേരുകൾ കൊണ്ട് തന്നെ കണക്ട് ചെയ്ത് പഠിക്കണേ. തേർഡ് നോക്കിയേ, സി വാർഡ് ലിനൻ. വാർഡ് ലിനനിൽ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ, വാർഡിൽ എന്തൊക്കെ വരും? വാർഡുകളാവുമ്പോ നമ്മളൊരു വാർഡിലാണ് ഉള്ളതെങ്കിൽ വാർഡിൽ നമ്മളൊരു താമസിച്ച് അല്ലെങ്കിൽ ചികിത്സിച്ച് അഡ്മിറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് അവിടെ വാർഡിൽ എന്തൊക്കെ ഉണ്ടാവും? ക്ലോത്തുമായി ബന്ധപ്പെട്ട് ബെഡ്ഷീറ്റ് ഉണ്ടാവും, പില്ലോ കവറുകൾ, ശരിയാണ്, പില്ലോ കവറുകൾ ഉണ്ടാവും. പിന്നെ എന്തൊക്കെ ഉണ്ടാവും? ബ്ലാങ്കറ്റ്സ് ഉണ്ടാവും അല്ലെ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ബ്ലാങ്കറ്റ്സ്, ബെഡ്ഷീറ്റ്, പില്ലോ കവറുകൾ ഇതുപോലെയുള്ള വാർഡുകളിൽ ഉപയോഗിക്കുന്ന എല്ലാ ക്ലോത്ത് മെറ്റീരിയൽസുമാണ് വാർഡ് ലിനനിൽ വരുന്നത്. ക്ലിയർ ആയോ? ഫോർത്ത് വൺ ആണ്, ക്ലാസ് 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് പറഞ്ഞു. OT എന്ന് പറഞ്ഞാൽ എന്താണ് OT? ഓപ്പറേഷൻ തിയേറ്റർ. വെരി ഗുഡ്. ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂമുകള്, പ്രൊസീജിയർ റൂം. പ്രൊസീജിയർ റൂം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രൊസീജിയർ റൂം? പ്രൊസീജിയർ റൂം എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പറേഷൻ തിയേറ്റർ ആണ്. പ്രൊസീജിയർ റൂം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്ത് പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്നതായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ.
അതെ, പ്ലാസ്റ്ററിങ്, അതുപോലെ സ്റ്റിച്ചുകൾ ഇടുന്നത്, അതായത് ചെറിയ മൈനർ ആയിട്ടുള്ള സർജറീസ് പോലെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പൊ പ്ലാസ്റ്ററിങ്ങോ സ്റ്റിച്ചുകളൊക്കെ അങ്ങനെ ഇടുന്ന പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന റൂമുകളിലെ, അപ്പൊ അങ്ങനെയുള്ള റൂമുകളാണ് പ്രൊസീജിയർ റൂമുകൾ എന്ന് പറയുന്നത്. അപ്പൊ എവിടേക്കുള്ളതാണ്? ഓപ്പറേഷൻ തിയേറ്ററുകൾ, അതായത് ഡ്രസ്സിംഗ് ഒക്കെ ചെയ്യുന്ന പോലെയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന റൂമുകളിലെ. അപ്പൊ അവിടെ ഉപയോഗിക്കുന്നത്, അതുപോലെ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ഉപയോഗിക്കുന്നത്, ലേബർ റൂമുകളിലൊക്കെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, ലിനൻ മെറ്റീരിയൽസ് ഒരുമിച്ചൊരു ഗ്രൂപ്പായിട്ട് വെക്കുന്നു. അതിൽ വരുന്ന എന്തൊക്കെയാന്ന് നോക്കിയേ, സർജിക്കൽ ഗൗണുകള് അല്ലെ. അവിടെ സർജറീസ് ചെയ്യുന്ന സമയത്ത് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ അവിടെ അസിസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നവരൊക്കെ സർജിക്കൽ ഗൗണുകൾ ഇടുന്ന കണ്ടിട്ടില്ലേ? നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ടിവിയിലാണെങ്കിലും കാണാലോ അല്ലെ, എന്തെങ്കിലുമൊക്കെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ സർജിക്കൽ ഗൗണുകൾ യൂസ് ചെയ്യുന്നത്. സ്ക്രബ് സ്യൂട്ട് എന്ന് പറയാൻ എന്താ? സ്ക്രബ് സ്യൂട്ട് കേട്ടിട്ടുണ്ടോ? സ്ക്രബ് സ്യൂട്ട് എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ടോ? സ്ക്രബ് സ്യൂട്ട്സ് കണ്ടിട്ടില്ല? ആർക്കെങ്കിലും അറിയാമോ? അത് സ്ക്രബ് ചെയ്യുക എന്നുള്ളതല്ലേ. ഇവിടെ ഡ്രസ്സാണ് പറയുന്നത് കേട്ടോ, ഡ്രസ്സാണ്. അതായത് സ്ക്രബ് സ്യൂട്ട് എന്ന് പറയുന്നത് മെഡിക്കൽ പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന ഒരു ഡ്രസ്സാണ്. അതായത് മുമ്പ് നമ്മുടെ ഡോക്ടേഴ്സ് ഒക്കെ ഒരു ജസ്റ്റ് വെറുതെ ഒരു എന്താണ് കോട്ടൊക്കെ അല്ലേ ധരിച്ചുകൊണ്ടിരിക്കാറുള്ളൂ. എന്നാൽ ഇവിടെ മെഡിക്കൽ പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന ഒരു ഡ്രസ്സാണ്. അതായത് ഒരു പാൻസും ഷർട്ടും പോലെയുള്ള രീതിയിലുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പാന്റും ടോപ്പും. അതല്ലേ, ടോപ്പ് എന്ന് പറഞ്ഞാൽ ലെങ്തി ഉള്ളതല്ല, ഷർട്ട് പോലെ ഇരിക്കുന്ന ടൈപ്പ്, പാന്റും ഷർട്ട് പോലെ ഇരിക്കുന്ന ഒരു ഡ്രസ്സുകൾ. ഇപ്പൊ പുതിയ ഹോസ്പിറ്റലിൽ, അഡ്വാൻസ്ഡ് ഹോസ്പിറ്റൽസിലൊക്കെ അങ്ങനെയാ. അതെ, പോക്കറ്റ്സ് ഒക്കെ ഉള്ളത് കണ്ടിട്ടുണ്ടോ മെഡിക്കൽ പ്രൊഫഷണൽസ് ഇടുന്നത്? അതാണ് സ്ക്രബ് സ്യൂട്ട് എന്ന് പറയുന്നത് കേട്ടോ. അതായത് മെഡിക്കൽ പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന ഒരു ഡ്രസ്സാണ്. അതായത് അവരുടെ യൂണിഫോം പോലത്തെ ഡ്രസ്സാണ്. അതായത് അവരുടെ സെയിം കളർ തന്നെയായിരിക്കും, സെയിം കളറിലുള്ള മെറ്റീരിയൽ തന്നെ കൊണ്ട് തന്നെയുള്ള ഷർട്ട് പോലെയുള്ളതും അതുപോലെ പാൻസും ഒക്കെ ഉള്ളത്. നമ്മുടെ ഇതുണ്ട് പോക്കറ്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള ടോപ്പ് ആണെങ്കിലും അത് ലെങ്തി അല്ല, നമ്മുടെ ഷർട്ടിന്റെ ആ ഒരു ലെവലിൽ വരെ വരുള്ളൂ കേട്ടോ. അതാണ് സ്ക്രബ് സ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ അവർ ഓപ്പറേഷൻ തിയേറ്ററിൽ, ലേബർ റൂമിൽ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കയറുമ്പോൾ അവർ കൂടുതലും ധരിക്കുന്നത്, ഇപ്പോ ഡോക്ടേഴ്സ് ഒക്കെ കൂടുതലും ധരിക്കുന്നത് അങ്ങനെയുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ളത്, അതുപോലെ ഗൗൺ ക്യാപ്പുകൾ അല്ലെ, ക്യാപ്പ് വെക്കില്ലേ? ഗൗണിന്റെ കൂടെ ക്യാപ്പുകൾ വെക്കാറില്ലേ? അങ്ങനെയുള്ള സംഭവങ്ങൾ, അങ്ങനെയുള്ള ക്യാപ്പുകളൊക്കെയാണ് ഈ 4ാമത്തെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. അപ്പൊ ഈ 4 ക്ലാസിഫിക്കേഷൻ മാത്രമേ ഇന്ന് ഇത്രയും എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ 4 ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ് പറഞ്ഞത് ഒന്ന് പറഞ്ഞു നോക്കി. അതെ, ഹെഡ് കവർ ചെയ്യാൻ വേണ്ടിട്ട് ക്യാപ്പുകൾ വെക്കാറുണ്ട്. അപ്പൊ 4 ജനറൽ പർപ്പസ് ലിനനിൽ വരുന്ന ഏതാ? കർട്ടനുകള്, സ്ക്രീനുകള്, ടേബിൾ ക്ലോത്തുകൾ, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നതെന്ന് മനസ്സിലാക്കാം. രണ്ടാമത് പേഷ്യൻസ് ലിനനിൽ വരുമ്പോ പേഷ്യന്റുമായി ബന്ധപ്പെട്ട പേഷ്യൻസ് ഇപ്പോ ഗൗണുകൾ യൂസ് ചെയ്യാറുണ്ട്, സർജറീസ് കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോ അതുപോലെ കോട്ടുകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതാണ് പേഷ്യൻസിന്റെ ലിനനിൽ വരുന്നത്. വാർഡ് ലിനനിൽ വാർഡുമായി ബന്ധപ്പെട്ടത് എന്തൊക്കെയാണ്? ബെഡ്ഷീറ്റുകള്, ബ്ലാങ്കറ്റുകള്, പില്ലോ കവറുകൾ പോലെയുള്ളവ. OT ലേബർ റൂം, പ്രൊസീജിയർ റൂം ലിനൻ എന്ന് പറഞ്ഞാല് എന്തൊക്കെയാണ്? ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും അല്ലെ. ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ എന്തൊക്കെയാണ്? സർജിക്കൽ ഗൗണുകൾ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഗൗൺ ക്യാപ്പുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താ? സ്ക്രബ് സ്യൂട്ട്സ്. സ്ക്രബ് സ്യൂട്ട്സ് എന്താണെന്ന് മനസ്സിലായോ? അതായത് എന്താണ്? മെഡിക്കൽ പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന ഒരു ഡ്രസ്സാണ്, അല്ലെങ്കിൽ ഒരു യൂണിഫോം പോലത്തെ സംഭവമാണ്. അപ്പൊ അതെന്താണ്? ഒരു ഷർട്ടും പാന്റും പോലെ ഇരിക്കുന്നത്. അത് ടോപ്പല്ല, എന്നാൽ ഷർട്ടും അല്ലാത്ത ഒരു രീതിയിലുള്ളത്, എന്താണ്? പോക്കറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പൊ അതാണ് സ്ക്രബ് സ്യൂട്ടുകൾ. അപ്പൊ അവയെല്ലാം അങ്ങനെയുള്ള മെറ്റീരിയൽസ് ആണ് ഇതില് 4ാമത്തെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. പിന്നെ പഠിപ്പിച്ച വേഗം ഒന്ന് വായിച്ചു നോക്കി. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചോട്ടാ. Mix pricing equipment used എന്ന് വെച്ചാ ഏതാണ് മീബ? പ്രൈസിംഗ് എക്യുപ്മെന്റ് യൂസ്ഡ്. പ്രൈസിംഗ് എക്യുപ്മെന്റ് യൂസ്ഡ് അതിന്റെ ശരിക്കും മീനിങ് എന്താ? പ്രൈസിംഗ് എക്യുപ്മെന്റ് യൂസ്ഡോ? അതായത് നമ്മുടെ ഉപയോഗിക്കാം. അപ്പൊ ആ ഒരു ഔട്ട് സർവീസിന്റെ കാര്യമല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഔട്ട് സർവീസിൽ ഉപയോഗിക്കുന്ന, അവിടെ അവർക്ക് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകളുടെ പ്രൈസിങ് എങ്ങനെയാണ്? അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സിന്റെ പ്രൈസിങ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു വില നിർണ്ണയം
അതായത് നമുക്കറിയാം ഇപ്പൊ ഒരു നല്ല ക്വാളിറ്റിയിലുള്ള നമുക്ക് ഒരു പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ അതിനനുസരിച്ച് വിലയുള്ള അല്ലെങ്കിൽ നല്ല പ്രൈസിംഗ് ഉള്ള എക്യുപ്മെന്റ്സ് വേണ്ടി വരും ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ നല്ല ക്വാളിറ്റിയിലുള്ള ഉപകരണം അല്ലെങ്കിൽ ആ ഒരു സർവീസ് അവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ എക്യുപ്മെന്റ്സിന്റെ പ്രൈസിങ് നല്ല വിലയുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ വാങ്ങിച്ചാലല്ലേ നല്ല രീതിയിലുള്ള അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയിലുള്ള സർവീസ് ഇവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ അവിടെ ഉപയോഗിക്കുന്ന ആ സർവീസുകളിൽ ആ സർവീസ് സെന്റേഴ്സിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സിന്റെ പ്രൈസിങ് എങ്ങനെയാണെന്ന് കൂടി ഇവര് നോക്കും. ശരിയോ? മനസ്സിലായോ? ഓക്കെ. ഇന്ന് പഠിപ്പിച്ച് ഇത്രയും ക്ലിയർ ആയോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, താങ്ക് യു. Thank you, ma'am.